ഹലോ ഹലോ എവ്രിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ആം ഐ ഓഡിബിൾ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് Good ഈവനിങ്. evening, sir. Welcome. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അഭിരാം സാർ. സന്തോഷം. ഓക്കെ, അപ്പോ വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിച്ചു വരുന്ന പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ്, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഒരു വെബിനാർ സംഘടിപ്പിക്കുകയാണ്. അതിലേക്കാണ് എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ട്രെയിനർ, കോച്ച്, കൗൺസിലർ, മെന്റർ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും വളരെ അനിവാര്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതൊരു മേഖലയിലായി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരു മെന്റർ ഉണ്ടാവുക എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ നമുക്കൊരു ഗൈഡ് ഉണ്ടാവുക വളരെ അനിവാര്യമാണ്. അത് നമ്മുടെ ഒരു ബിസിനസ്സിലാകാം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു കരിയറിലാകാം, അതല്ലെങ്കിൽ ഫാമിലി പേഴ്സണൽ ലൈഫിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാകുന്നത് കുറച്ചുകൂടി വേഗതയിൽ നമുക്ക് നമ്മുടെ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ വളരെ സുഖകരമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഒത്തിരി ട്രെയിനർമാരെ, കോച്ചുമാരെ, അതേപോലെ തന്നെ കൗൺസിലർമാരെ ഒക്കെ സമൂഹം ആവശ്യപ്പെടുന്നുണ്ട്. ആ ഒരു പ്ലേസിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിന് നമ്മൾ നിരന്തരമായി അതിനെക്കുറിച്ച് പഠിക്കുകയും അത് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയുമാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വേദി ഒരുക്കലാണ് വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിച്ചു വരുന്ന പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ 22ാമത്തെ ബാച്ചാണ് നമ്മൾ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈൻഡ് സെറ്റിൽ നിന്നാണ്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ്, ഒരു ട്രെയിനർ ആകാൻ ആഗ്രഹിക്കുന്ന, ഒരു കോച്ചാകാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും നിലവിലുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ഷിഫ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വെബിനാറിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മാക്സിമം എല്ലാവരും വീഡിയോയിൽ തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുക. വി വിൽ ഡിസ്കസ് ടുഗദർ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വെബിനാർ, അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെ തിങ്ക് ചെയ്യണം, അവരെങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ അവരെ പൊസിഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം കുറെ ട്രെയിനിങ് സ്കില്ലുകൾ ഉണ്ടാവുക എന്നതിനോടൊപ്പം തന്നെ ഒരു ട്രെയിനർ ആയിട്ട് നമുക്ക് ജീവിക്കാൻ കൂടി നമുക്ക് സാധിക്കണം. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഒരു ഗ്രേറ്റ് ട്രെയിനർ ആയിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നമ്മളെല്ലാവരും അത്തരത്തിൽ ഒരു ഗ്രേറ്റ് ട്രെയിനർ ആയിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്നാണോ അങ്ങനെ ആഗ്രഹിക്കുന്നത്, നമ്മൾ തീരുമാനിക്കുന്നത്, അങ്ങനെ ഒരു കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്യുന്നത്, അന്നു മുതൽ അതേപോലെ നമ്മൾ ജീവിച്ചു തുടങ്ങണം. അതേപോലെ നമ്മൾ ജീവിച്ച് തുടങ്ങണം എന്നുള്ളതാണ്. നമ്മളുടെ സംസാരം, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ വേഷം, ഇങ്ങനെ തുടങ്ങി എല്ലാം നമ്മളൊരു ട്രെയിനർ ആണ് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ അങ്ങനെ തിങ്ക് ചെയ്ത് അതേപോലെ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പോ എ ട്രെയിനർ ഈസ് നോട്ട് ജസ്റ്റ് എ സ്പീക്കർ. അവിടെ ഒരു ട്രെയിനർ എന്ന് പറയുന്നത് കേവലം ഒരു സ്പീക്കർ അല്ല, ഒരു ടീച്ചർ അല്ല, മറിച്ച് ഒരു ഗൈഡോ അതല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്ററോ അതിനും അപ്പുറത്തേക്ക് ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന, മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന, പരിവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ഒരാളെയാണ് നമ്മൾ ട്രെയിനർ എന്ന് പറയുക. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്ത സമയത്ത് നമ്മളൊരാൾ പറഞ്ഞിരുന്നു, നമുക്ക് ഒരു ടീച്ചിങ് ലെവലിലേക്ക് മാത്രമേ എത്താൻ സാധിക്കുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക്
ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു നിലയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരാളെ എംപവർ ചെയ്തുകൊണ്ട്, ഒരാളെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ മറ്റൊരു നിലയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും. അപ്പൊ ആയതുകൊണ്ട് എ ട്രെയിനർ ഈസ് നോട്ട് ജസ്റ്റ് എ സ്പീക്കർ, എന്താണ്, ഒരു ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരാളാണ്. സോ നമ്മൾ അങ്ങനെ ഒരു ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ചാറ്റ് ബോക്സിൽ ട്രാൻസ്ഫോം എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുക. എല്ലാവരും എന്ത് ചെയ്യുക? ട്രാൻസ്ഫോം. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? വി ആർ നോട്ട് ജസ്റ്റ് ഗിവിങ് ആൻ ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ നൽകാൻ എല്ലാവർക്കും പറ്റും. ഇൻഫോർമേഷൻ നൽകാൻ, കണ്ടന്റ് നൽകാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ മറ്റൊരാളെ പരിവർത്തിപ്പിക്കാൻ, മറ്റൊരാളിൽ ഒരു ഇൻസ്പയർ, ഒരു തീ കത്തിക്കാൻ, അദ്ദേഹത്തെ ആക്ഷൻ എടുക്കാൻ, ആക്ഷൻ എടുക്കാൻ, അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുന്ന വിധത്തിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുന്ന ഒരു പ്രവർത്തനം, അതാണ് നമ്മളിൽ നിർവഹിക്കേണ്ടത്. ഒരു ഫിറ്റ്നസ് ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിർവഹിക്കുന്ന ഒരു പ്രധാന പ്രവർത്തനം, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സസൈസ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? എക്സസൈസ് ചെയ്യണം എന്ന് അറിയാത്ത ആരുമില്ല. പക്ഷെ ഒരു ഫിറ്റ്നസ് ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫിറ്റ്നസ് കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു വിധത്തിലേക്ക്, എക്സസൈസ് ചെയ്യുന്ന വിധത്തിലേക്ക് നമ്മളെ പരിവർത്തിപ്പിക്കുക, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. നമുക്കൊരു ഗോൾ ഉണ്ടാകും. ആ ഗോളിലേക്ക് ഫിറ്റ്നസ് കോച്ച് നമ്മുടെ കൂടെ ഒരു പാർട്ട്ണറായിട്ട് അവിടേക്ക് എത്തിക്കും. നമുക്ക് നമ്മളുടെ വെയിറ്റിനെ ഒരു 65 കിലോയിലേക്ക് ഒതുക്കണം എന്നാണ് നമ്മുടെ ഒരു ഗോൾ എങ്കിൽ, ആ ഗോളിലേക്ക് ആ ഒരു ഫിറ്റ്നസ് കോച്ച് നമ്മുടെ കൂടെ സഞ്ചരിക്കും, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, നമുക്കതിന്റെ റൂട്ടീൻസ് സെറ്റ് ചെയ്തുതരും, നമ്മളോട് ആവശ്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ ചെയ്യും. അങ്ങനെ നമ്മുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ആ മനോഹരമായ ഗോളിലേക്ക് നമ്മളെ എത്തിക്കുന്ന, ആ ഒരു മനുഷ്യനെ പരിവർത്തിപ്പിക്കുന്ന, അല്ലെ? കുറെ കണ്ടന്റുകൾ കൊടുക്കാം, അല്ലെ? പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ഇൻഫോർമേഷൻസ് കൊടുക്കുക എന്നുള്ളതിനേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരാളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ നമ്മൾ ഒരുപാട് മാറേണ്ടതുണ്ട്. നമ്മുടെ ചിന്തകൾ ഒരുപാട് മാറേണ്ടതുണ്ട്. ആ ചിന്തകളിൽ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോ അതിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഐ നീഡ് ടു ടീച്ച് എന്നുള്ള നമ്മുടെ ചിന്തയിൽ നിന്ന് ഐ നീഡ് ടു ക്രിയേറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ നമ്മളുടെ പോയിന്റ് എന്ന് പറയുന്നത്. മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് നമ്പർ 1 ഫ്രം ഐ നീഡ് ടു ടീച്ച് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ഐ നീഡ് ടു ക്രിയേറ്റ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഐ നീഡ് ടു ടീച്ച്, മറ്റുള്ളവരെ ടീച്ച് ചെയ്യുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്, അതായത് മൈൻഡ് സെറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ടീച്ചിങ്ങിൽ നിന്ന് ട്രാൻസ്ഫോമിലേക്ക്, ട്രാൻസ്ഫോർമേഷനിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ചില പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. കാരണം ഒരു ഔട്ട്കത്തെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം ഏതൊരു ട്രെയിനിങ് സെഷനും നമ്മൾ ആരംഭിക്കേണ്ടത്. നമ്മൾ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിൽ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ എടുക്കുന്ന സമയത്ത് ചില സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ 10 മിനിറ്റ് അതല്ലെങ്കിൽ 30 മിനിറ്റിൽ ഞങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങൾ എന്താണ് മാറുക? ഞങ്ങൾക്ക് എന്താണ് കിട്ടുക എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇതേ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. ഞാനൊരു 30 മിനിറ്റിന്റെ സെഷൻ, ഞാനൊരു മണിക്കൂറിന്റെ സെഷൻ, അതല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ സെഷൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആൾ 10 മണിക്ക് വന്നിരുന്ന ആള് 5 മണിക്ക്, വൈകിട്ട് 5 മണിക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ അദ്ദേഹത്തിൽ എന്തു മാറ്റമാണ് പ്രകടമാകേണ്ടത്? സോ വി ഹാവ് ടു ഫോക്കസ് ഓൺ ദ ഔട്ട്കം. ഔട്ട്കത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക. കാരണം ഒരു ഓൾഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഐ മസ്റ്റ് കവർ ദ കോണ്ടന്റ്, കോണ്ടന്റിൽ ഞാൻ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഓൾഡ് മൈൻഡ് സെറ്റ്. പക്ഷേ ന്യൂ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം? ന്യൂ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കോണ്ടന്റിലേക്ക് മാത്രമല്ല, കോണ്ടന്റിനേക്കാൾ അപ്പുറത്ത്
ഐ മസ്റ്റ് ഹെൽപ്പ് ദം ചേഞ്ച് സംതിങ് ഇൻ ദർ ബിഹേവിയർ. അവിടെ മുന്നിലിരിക്കുന്ന ആളുകൾ, എന്റെ കയ്യിൽ കുറേ കണ്ടന്റ് ഉണ്ട് അല്ലെ, ഞാൻ ChatGPT നോക്കിയിട്ടും അതല്ലെങ്കിൽ ജെമിനായി നോക്കിയിട്ടും കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള എല്ലാ കണ്ടന്റുകളും ഇവിടെ വാരിക്കൊടുക്കണം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് എന്റെ മുന്നിലിരിക്കുന്ന ആളുകളില് അവർക്കൊരു ബിഹേവിയറിൽ, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ, ബിഹേവിയറിൽ, അവരുടെ തിങ്കിങ്ങിൽ, അവരുടെ പെർഫോമൻസിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നതായിരിക്കണം നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത്. കാരണം 80% ഓഫ് ദ ഇൻഫോർമേഷൻ, നമ്മൾ കൊടുക്കുന്ന ഭൂരിഭാഗം ഇൻഫോർമേഷനും അവരെന്താണ്, അവര് പെട്ടെന്ന് തന്നെ മറന്നുപോകും. അവർക്ക് വേണ്ടത് റിമെമ്പർ ദ എക്സ്പീരിയൻസ്. നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അവരിൽ ഉണ്ടാവുക. അവര് ഓർക്കുന്നത് പലപ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് ആണ്, അതല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അവരിൽ നിലനിൽക്കുക. അപ്പൊ ആയതുകൊണ്ട് ഇൻഫോർമേഷൻ, കോണ്ടന്റ് അത് കവറപ്പ് ചെയ്യണം, അത് ഫില്ലാക്കിയിട്ട് അതല്ലെങ്കിൽ ഫിനിഷ് ചെയ്യണം എന്നുള്ള ചിന്തകളിൽ നിന്ന് അപ്പുറത്തേക്ക് അവരിൽ ഒരു തരിമ്പിന്റെ ഒരു മാറ്റം, ഒരു ചെറിയ ഒരു മാറ്റം അവരിൽ ഉളവാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ റിസൾട്ട് ഓറിയന്റഡ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓൾവേസ് നമ്മൾ പ്ലാൻ യുവർ സെഷൻസ് അറൌണ്ട് ഔട്ട്കംസ്. ആദ്യം തന്നെ നമ്മളത് ഒരു ഔട്ട്കത്തെ നമ്മൾ സെറ്റ് ചെയ്യുക. എപ്പോഴും അല്ല, നമ്മൾ GPS സെറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? എങ്ങനെയാ? ഞാൻ ഇവിടെ നിന്ന് കോഴിക്കോടേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ആദ്യം ഞാൻ എന്താണ് GPS സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഔട്ട്കം, എനിക്ക് എവിടെയാണ് എത്തേണ്ടത്, എനിക്ക് കോഴിക്കോടേക്കാണ് എത്തേണ്ടത് എന്നുള്ള ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഫിക്സ് ചെയ്ത് കൊടുക്കും. അതിനുശേഷമാണ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നത്. ഇതേപോലെ തന്നെ നിങ്ങളൊരു ട്രെയിനിങ് സെഷൻ എടുക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഔട്ട്കം ആണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ ഇൻഫോർമേഷൻ കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് മുമ്പിലിരിക്കുന്ന ഒരാളുടെ നോളജിൽ മാറ്റം ഉണ്ടാകണം. ഒന്ന് നോളജിൽ മാറ്റം ഉണ്ടാകണം, അവരുടെ സ്കിൽസിൽ മാറ്റം ഉണ്ടാകണം, അവരുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാകണം, അവരുടെ ബിഹേവിയറിൽ മാറ്റം ഉണ്ടാകണം. കേവലം നിങ്ങൾ നോളജ് കൊടുത്ത് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് എ ട്രെയിനിങ്. അതൊരു ട്രെയിനിങ്ങേ അല്ല. നിങ്ങൾ കുറെ കണ്ടന്റുകൾ കൊടുത്ത് തിരിച്ചു പോന്നു, അവിടെ എന്താകുന്നില്ല? ട്രെയിനിങ് ആകുന്നില്ല. ട്രെയിനിങ് എന്ന് നിങ്ങൾ പേരിടുന്നുണ്ടെങ്കിലും അത് ട്രെയിനിങ് ആകുന്നില്ല. അപ്പൊ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് നോളജ് കിട്ടണം. നിങ്ങളൊരു സെയിൽസ് ട്രെയിനർ ആണെങ്കിൽ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് ആ ഒരു സെയിൽസ്, ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള നോളജ് ഉണ്ടാകണം. അവിടെ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് അവരുടെ സ്കില്ല് വേണം. എന്താണ്? ആ പ്രൊഡക്റ്റ് വിൽക്കാൻ എന്തൊക്കെ സ്കിൽസ് വേണം? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം അല്ലെ? അതേപോലെ തന്നെ അവർക്ക് നെഗോഷിയേഷൻ സ്കില്ല് വേണ്ടി വരും. ഈ സ്കിൽസുകൾ അവർക്ക് കിട്ടണം. ഇങ്ങനെ എന്തൊക്കെ സ്കിൽസ് ആണോ സെയിൽസിൽ ആവശ്യമുള്ളത് ആ സ്കിൽസുകൾ നിങ്ങൾ പഠിപ്പിക്കണം. അവരുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാകണം. എന്താണ് ആറ്റിറ്റ്യൂഡിലെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇത് നമുക്കൊന്നും വിൽക്കാൻ സാധിക്കില്ല, ഇത് ആരും മേടിക്കാത്തൊരു പ്രൊഡക്റ്റ് ആണ്, ഞാൻ ഇതൊക്കെ കുറെ കണ്ടതാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. ഈ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാകണം. അപ്പോ ആ ആറ്റിറ്റ്യൂഡിനപ്പുറത്ത് അവരെ ആക്ഷൻ എടുപ്പിക്കണം അല്ലെ? അതാണ് ബിഹേവിയർ. ആറ്റിറ്റ്യൂഡൊക്കെ മാറിയെങ്കിലും അതിനേക്കാൾ അപ്പുറത്ത് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് അത് പ്രവർത്തിക്കണം. അപ്പോഴാണ് നിങ്ങളെ ഒരു കമ്പനി അതല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഒരു മാസം നിങ്ങൾക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കും. അതല്ല, നിങ്ങളൊരു പ്രൊഡക്റ്റ് നോളജ് കൊടുത്തു മാത്രം കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകില്ല. അപ്പോൾ ഈ 4 ഭാഗങ്ങൾ നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാൻ പറ്റണം. അതാണ് റിസൾട്ട് ഓറിയന്റഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നിങ്ങളുടെ സെഷനെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളൊരു സെഷൻ നിങ്ങൾ തുടങ്ങേണ്ടത്. അപ്പോഴാണ് ആ ടീച്ചിങ്ങിൽ നിന്ന് ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇനി അതിനേക്കാൾ അപ്പുറത്ത് രണ്ടാമതായിട്ട് നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ പറയുന്നത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ടു ഐ സ്പീക്ക് ദേ ലിസൺ. ഓക്കെ, നോർമലി നമ്മളുടെ ഒരു ഓൾഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഐ സ്പീക്ക് ദേ ലിസൺ എന്നുള്ളതാണ്. അതിൽ നിന്ന് വി co-create the system. അതായിരിക്കണം നമ്മളുടെ മൈൻഡ് സെറ്റ്. അതായത് ഐ സ്പീക്ക്, ഞാൻ സംസാരിക്കും, ദേ ലിസൺ, അവര് കേൾക്കും എന്ന മെന്റാലിറ്റിയിൽ നിന്ന് വി co-create the session, നമ്മൾ ഒരുമിച്ച് ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതായിരിക്കണം നമ്മളുടെ മൈൻഡ് സെറ്റ്.
അല്ലെ? ഞാൻ ഇവിടെ നിന്ന് കുറേ പറയാ, നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് നെഗ്ലക്ട് ചെയ്യുക, ഞാൻ അത് സ്വീകരിക്കാതിരിക്കുക. ഞാൻ ഒരു 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 ട്രെയിനർ സെന്റേർഡ് മെത്തേഡ് അല്ലെ? ട്രെയിനർ എന്ന് പറയുന്ന സമയത്ത് ഞാൻ എടുക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിനെ മുഖവിലക്കെടുക്കാതിരിക്കുക, നിങ്ങൾക്ക് യാതൊരുവിധ ഓണർഷിപ്പും തരാതിരിക്കുക. എന്താണ്? ഇതിന്റെ എല്ലാം ഞാൻ തന്നെ, ഞാനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്, ഇതിനപ്പുറത്തേക്ക് ഒരാളില്ല എന്നതിൽ നിന്ന്, ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറിയിട്ട് പാർട്ടിസിപ്പൻസിനും കൂടി ഓണർഷിപ്പ് കൊടുക്കണം. എന്താ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? അവർക്കും കൂടി തോന്നണം. എന്താണ്? അവർക്കും കൂടി എന്താണ് ഓണർഷിപ്പ്? ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്കും കൂടി, ഒരാൾ പറഞ്ഞേ. അവരുടെ ആണെന്ന് അവർക്കും കൂടി തോന്നണം. യെസ്, എക്സാക്ട്ലി. ഈ ക്ലാസ്, ഈ ട്രെയിനിങ് എന്താണ്? അവരുടെയും കൂടിയാണ് എന്ന് അവർക്ക് തോന്നണം. എന്റെ മാത്രമല്ല, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്റെ അല്ല, മറിച്ച് അവരുടേത് കൂടിയാണ് എന്ന് തോന്നുന്ന വിധത്തിൽ ഓണർഷിപ്പ് കൂടി അവർക്ക് കൊടുക്കണം. അപ്പോ അവിടെ എന്താണ്? ട്രെയിനർ മാത്രമായിരിക്കരുത് സംസാരിക്കുന്നത്. ഓക്കെ, അതിനേക്കാൾ അപ്പുറത്താണ് അവിടെ എൻഗേജ്മെന്റ് ഉണ്ടാകണം, അവിടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകണം, അവിടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം, അവിടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം. അതാണ് ദ ന്യൂ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. കാരണം അഡൾട്ട് ലേണേഴ്സ് ഡോണ്ട് ലൈക്ക് ബീയിങ് ലെക്ചേർഡ് അല്ലെ? അഡൾട്ട് ലേണിംഗ് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്കറിയാം അല്ലെ? കുറേ നേരം ഇങ്ങനെ കേട്ടിരിക്കുക എന്നുള്ളത് നമുക്ക് പറ്റാത്തൊരു സംഭവമാണ്. ഒരാളെ തന്നെ ഇങ്ങനെ കണ്ടിരിക്കുക എന്നുള്ളതും ഒരാളെ തന്നെ ഇങ്ങനെ കേട്ടിരിക്കുക എന്നുള്ളതും നമുക്ക് കഴിയാത്തതും അത്ര കണ്ട് പിന്നെ റിസൾട്ട് ഉണ്ടാക്കാത്തതുമായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ ആയതുകൊണ്ട് എന്താണ്? അവർക്ക് തിങ്ക് ചെയ്യാൻ പറ്റണം. അവർക്ക് എന്താണ്? തിങ്ക് ചെയ്യാൻ, തലയാട്ടാൻ, അവർക്ക് യെസ് പറയാൻ, അവർക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ, അവർക്കതൊന്ന് ചെയ്യാൻ, അവർക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒക്കെയുള്ള അവസരങ്ങൾ എന്താണ്? ഉണ്ടാകണം. അതിന് നമ്മൾ നമ്മൾ ആ ഒരു പ്ലാനിങ്ങിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. എന്തൊക്കെ ചെയ്യണം? തിങ്ക് ചെയ്യണം. ആളുകൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോരുത്, ഇടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ് കൊടുക്കണം. അപ്പോഴാണെന്ന് തിങ്ക് ചെയ്യാൻ പറ്റുക. അവർക്ക് തലയാട്ടാൻ പറ്റണം, അവർക്കൊരു യെസ് പറയാൻ പറ്റണം, അവർക്കൊരു ആൻസർ പറയാൻ പറ്റണം അല്ലെ? ചില സ്ഥലങ്ങളിൽ ഒരു ആൻസർ പറയാൻ തന്നെ ഒരു പ്രയാസമായിരിക്കും. അതല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കണം, അവിടെ ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഒരു ചോദ്യം ചോദിക്കണം, ഇടയിലൊന്ന് ചോദ്യം ചോദിക്കേണ്ടതുണ്ടായിരുന്നു, ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടായിരുന്നു. പക്ഷെ എന്താണ്? അവിടെ ഓണർഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ ഇതെങ്ങനെ പറയാം? ഒരു ഓണർഷിപ്പ് ഇല്ല, അവിടെ ഒരു ഓപ്പൺനെസ് ഇല്ല, അപ്പൊ ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ എന്താണ്? അവിടെ ആ ക്ലാരിറ്റി ചോദിക്കണമെങ്കിൽ, ഒരു ഡിസ്കഷൻ നടത്തണമെങ്കിൽ ഒക്കെ അവിടെ എന്താണ്? അത്തരം അവസരം അവിടെ നമുക്ക് എന്താണ്? ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അതിനെന്താണ്? നമ്മൾക്കിടയ്ക്കിടെ നമ്മൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം അല്ലെ? ഇടയ്ക്കിടെ ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ വരുന്നില്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ച് ഓപ്പൺ ക്വസ്റ്റ്യൻസ്, ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരുടെ പാർട്ടിസിപ്പേഷനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? എൻഗേജ്മെന്റിലേക്ക് അവിടെ നമുക്ക് ഗെയിംസ്, എനർജൈസേഴ്സ്, ആക്ടിവിറ്റീസ്, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയാണോ അവരെ എൻഗേജ് ചെയ്യാനും ഇൻവോൾവ് ചെയ്യാനും അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാനും പറ്റുന്നത്, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അത് നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. അവിടെയാണ് നമ്മൾ പറഞ്ഞ ഐ സ്പീക്ക് ദേ ലിസൺ എന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്ന് വി കോ ക്രിയേറ്റ് ദ സെഷൻ എന്നുള്ളതിലേക്ക് നമുക്ക് എന്താണ്? അവിടെ അവരെ കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐ മസ്റ്റ് നോ എവറിത്തിങ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിന്ന്, ഐ മസ്റ്റ് നോ എവറിത്തിങ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്താകണം? ഐ മസ്റ്റ് സ്റ്റേ ക്യൂരിയസ്, ഐ മസ്റ്റ് സ്റ്റേ ക്യൂരിയസ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറണം. എനിക്കെല്ലാം അറിയാം, ഞാനാണ് എന്താണ്? എല്ലാം 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 എന്നുള്ളതിന്റെ അപ്പുറത്ത് നിന്ന് നമ്മൾ എന്താണ്? അവിടെ നിന്നൊക്കെ നമ്മൾ മാറണം, മാറി ചിന്തിക്കണം. കാരണം ചില സമയത്ത് പാർട്ടിസിപ്പൻസിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ടാകും.
അവരിൽ നിന്നും ചിലത് സ്വീകരിക്കാനുണ്ടാകും. അവര് പറയുന്നതിനെയും ചിലപ്പോൾ നമ്മൾ അക്നോളജ് ചെയ്യാനുണ്ടാകും. അപ്പോ ഫിയർ ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മൾ ക്വസ്റ്റ്യൻസിനെ നമ്മൾ പേടിക്കേണ്ടതില്ല. മറ്റുള്ളവർ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ എന്ന ചോദ്യത്തെ നമ്മൾ ഭയക്കേണ്ടതില്ല. മറിച്ച് നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ്, എനിക്ക് ആ ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെ? ഐ ക്യാൻ ആൻസർ യു. എനിക്കത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന ഒരു കോൺഫിഡൻസോടെ പറയാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്താണ്? നമുക്ക് അത് പറഞ്ഞു തരാം എന്നുള്ള രീതിയിൽ നമുക്കത് ആൻസർ കൊടുക്കാൻ സാധിക്കുന്ന ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവുക. ക്യൂരിയസ് ആകുക, ഓപ്പൺനെസ് ഉണ്ടാവുക. അപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുക. എല്ലാ ആൻസേഴ്സും നമുക്ക് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് പോകാം എന്ന് കരുതേണ്ട ആവശ്യമില്ല. മറിച്ച് എന്താണ്, വി ക്യാൻ ആക്സെപ്റ്റ് ദ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്താ ആക്സെപ്റ്റ് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യുക. അത് എക്സ്പെക്ട് ചെയ്യാൻ വേണം, എക്സ്പെക്ട് ചെയ്യാണ്ടും പോകാൻ പാടില്ല. അപ്പൊ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് നമ്മളത് പ്രിപ്പയർ ചെയ്ത് പോവുക. ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് എന്താണ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് പോകാം. പക്ഷെ എന്നിരുന്നാലും ചിലപ്പോ അതിനേക്കാൾ അപ്പുറത്തുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. ബട്ട് എ ട്രെയിനർ ഈസ് നോട്ട് എ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ, അല്ലെ? നമ്മളൊരു ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഒന്നുമല്ല. എല്ലാ ചോദ്യങ്ങൾക്കും ആൻസറും പഠിച്ചിട്ടൊന്നും നമുക്ക് പോകാൻ പറ്റിക്കൊള്ളണം എന്നില്ല. സോ ആക്സെപ്റ്റ് ഇറ്റ്, എക്സ്പെക്ട് ഇറ്റ്. ഓക്കെ, സോ എ ട്രെയിനർ ഈസ് എ ഫെസിലിറ്റേറ്റർ ഓഫ് ലേണിംഗ്. ഓക്കെ, ഒരു സഹായിയാണ്, പഠിക്കാനുള്ള ഒരു സഹായിയാണ് ട്രെയിനർ എന്ന് പറയുന്നത്. അപ്പൊ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അങ്ങനെ മടിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം പഠിച്ചിട്ടേ തുടങ്ങൂ എന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ആ ക്യൂരിയസ് ആയിട്ട് എനിക്ക് ഇനിയും പഠിക്കേണ്ടതുണ്ട്, ഇത് പഠനത്തിന്റെ ഒരു മേഖലയാണ് എന്ന് കൃത്യമായിട്ട് എന്താണ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളായി കൊണ്ട് തന്നെ നിലനിൽക്കുക, അല്ലെ? അറിയാത്ത കാര്യത്തെ നമ്മൾ ഉരുണ്ട് ആൻസർ പറയാതിരിക്കുക. നമ്മൾ എപ്പോഴും നമ്മളൊരു ക്രെഡിബിലിറ്റി രൂപപ്പെടുത്തുക. AI കാലത്ത് നമ്മളായി നിൽക്കുക എന്നുള്ളതാണ് ക്രെഡിബിലിറ്റി. എന്താണ്? തെറ്റുകൾ വരുത്തുന്നതാണ് ജെനുവിനിറ്റി. ഇന്നത്തെ കാലത്ത് എന്താണ്? ഇന്ന് തെറ്റില്ലാത്ത കാലമാണ്. കാരണം എന്താണ്? അല്ലെ, നമ്മൾ എഴുതിയതിന് ശേഷം ആദ്യം ChatGPT ഇട്ടിട്ട് അതിന്റെ എല്ലാ തെറ്റുകളും മാറ്റിയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഇത് ChatGPT ഇട്ടതാണ്. ഒരു ഫീഡ്ബാക്ക് ഇടുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇവൻ എഴുതിയതല്ല, മറിച്ച് ഇത് ChatGPT എഴുതിയതാണെന്ന് പലപ്പോഴും പല ടെക്സ്റ്റുകൾ കാണുമ്പോഴും നമുക്ക് തന്നെ തോന്നാറുണ്ട്. പക്ഷേ ഒരു മിസ്റ്റേക്ക് ഉള്ള ഒരു സാധനം വരട്ടെ, അപ്പൊ നമുക്ക് എന്താണ് അതിലൊരു ജെനുവിനിറ്റി, അതിലൊരു ക്രെഡിബിലിറ്റി, അല്ല ഇത് ഇവർ എഴുതിയതാണ് എന്നുള്ള ഒരു ക്രെഡിബിലിറ്റി വരുന്നത്. അതുകൊണ്ട് മിസ്റ്റേക്കുകൾ വരട്ടെ, അതൊരു ഹ്യൂമൻ ആണ് എന്ന് നമുക്ക് എന്താണ് അവരിൽ നിന്നൊരു വിശ്വാസ്യത രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ആയതുകൊണ്ട് ഐ മസ്റ്റ് നോ എവ്രിതിങ് എന്നുള്ളതിൽ നിന്ന് ഐ മസ്റ്റ് സ്റ്റേ ക്യൂരിയസ് എന്നുള്ളതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മൈൻഡിനെ നമ്മൾ എന്താണ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്ത മൈൻഡ് സെറ്റ്, മാക്സിമം സ്പീഡിൽ പോകുന്നത് മാക്സിമം പോയിന്റ്സ് കവർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. ഐ ആം ദ സ്റ്റാർ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ദ പാർട്ടിസിപ്പാന്റ് ഈസ് ദ സ്റ്റാർ എന്നതിലേക്ക് നമ്മുടെ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം. എന്തായിരുന്നു? ഐ ആം ദ സ്റ്റാർ, ഞാനാണ് സ്റ്റാർ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതില് പാർട്ടിസിപ്പൻസ് ആണ് സ്റ്റാർ എന്നുള്ള നിലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മൈൻഡിനെ നമ്മൾ കൊണ്ടുപോകണം. കാരണം ഒരു ഓൾഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈങ് ടു ഇംപ്രസ് എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുക, നമ്മുടെ എക്സ്പെർട്ടൈസിനെ നമ്മൾ ഷോ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ നമ്മളെന്താണ് ലേണർ സെന്റേർഡ് ആണ്, നമ്മൾ ട്രെയിനർ സെന്റേർഡ് അല്ല, അല്ലെ? ചില സെഷനുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അവർക്കറിയുന്ന എന്തോ പറയുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് അവർ വലിയ കാര്യങ്ങളൊക്കെ ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. പക്ഷെ നമുക്ക് അതില്
പിന്നെ എന്ത് കിട്ടുന്നു എന്നത് പലപ്പോഴും അവരൊരു ചർച്ചയായിരിക്കും. നമുക്ക് ഇതിൽ നിന്നൊന്നും കിട്ടുന്നില്ലല്ലോ. അദ്ദേഹത്തിന് കുറെ അറിയാം, അദ്ദേഹം കുറെ പറയുന്നുണ്ട്, കുറെ വിവരിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന ഒരു മെത്തേഡാണ് എന്താണ് ശരിക്കും പറഞ്ഞാൽ ട്രെയിനർ സെന്റേർഡ് എന്ന് പറയുന്നത്. അപ്പോ കൃത്യമായിട്ട് ഓഡിയൻസ് അനാലിസിസ് ചെയ്തുകൊണ്ട് ഈ ഓഡിയൻസിന് എന്ത് വേണം, അല്ലെ? കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ പറയാറ്, ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാള് നമ്മൾ ഓപ്പോസിറ്റ് വന്ന് ഗ്രീറ്റിംഗ് ചെയ്ത് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താണ് വേണ്ടത്, അല്ലെ? അദ്ദേഹത്തിന് എന്താ വേണ്ടത്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൊടുക്കാൻ പറ്റണം. അങ്ങനെ കൊടുക്കാൻ പറ്റുമ്പോഴാണ് അദ്ദേഹം എന്തെങ്കിലും കിട്ടിയിട്ട് തിരിച്ചു പോകുക. അദ്ദേഹത്തിന് ഒരു സാന്ത്വനമാണോ വേണ്ടത്, അദ്ദേഹത്തിന് ഒരു ഗൈഡൻസ് ആണോ വേണ്ടത്, അദ്ദേഹത്തിന് ഒരു ഹെൽപ്പ് ആണോ വേണ്ടത്, എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കണം. അതല്ലാതെ നമുക്കറിയുന്ന കുറെ കാര്യങ്ങൾ അദ്ദേഹത്തോട് വിളമ്പിയിട്ട് കാര്യമില്ല. മറിച്ച് അദ്ദേഹത്തിന് നമ്മുടെ സംസാരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെന്താണ് പിന്നീടും നമ്മുടെ അടുത്തേക്ക് വരും, നമ്മളെ തേടി വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മളോട് സംസാരിക്കുന്ന ആളുകൾ നമ്മളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് ട്രെയിനിങ്ങിലേക്ക് വരുമ്പോഴും. നമുക്കറിയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മൾ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാകും, കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. പക്ഷെ എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് എന്താണ് വേണ്ടത്, അവരുടെ എഡ്യൂക്കേഷണൽ ലെവൽ എന്താണ്, ഞാൻ പറയുന്ന ഒരു ടെർമിനോളജി അവർക്ക് അറിയുമോ, അല്ലെ? പാരന്റ്സിന് ക്ലാസ് എടുക്കുന്നത് പോലെയല്ല ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുന്നത്. വ്യത്യാസങ്ങളുണ്ട്, അല്ലെ? കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ടേമുകളും അവർക്ക് മനസ്സിലാകണം, അവരുടെ ഭാഷ മനസ്സിലാകണം. കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവരോട് ഉപയോഗിക്കുന്ന പദങ്ങൾ, പ്രയോഗങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഓരോന്നിലും, അല്ലെ? എവിടെ കയറി കഴിഞ്ഞാൽ ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കാൻ പറ്റണം. ഈ പ്രായമായ ആളുകൾക്ക് സംസാരിക്കുന്ന ചില വേദികൾ ഉണ്ടാകും. അവിടെയൊക്കെ ഇടിച്ചു കയറി സംസാരിക്കുന്ന, അവിടെ കയറിയിരിക്കുന്ന ചില കൗമാരക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം അവരുടെ ആ സ്പേസിലേക്ക് ഇറങ്ങി അവരോട് സംസാരിക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് അവന് പറ്റും എന്നുള്ളതാണ്. ചില കുട്ടികളുടെ ഇടയിലേക്ക് ചില പ്രായമായവർ കയറി കഴിഞ്ഞു കഴിഞ്ഞാലും അവരവരുടെ ഡീൽ ചെയ്യുന്നത് കാണാൻ പറ്റും, അതിനോട് യോജിച്ചു പോകാൻ പറ്റും. എന്നാൽ ചില ആളുകൾ കയറി കഴിഞ്ഞാൽ ആ സംസാരമേ അവിടെ തന്നെ വെച്ച് അവസാനിക്കും, അല്ലെ? പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ ആ സംസാരമേ നമ്മൾ അവസാനിപ്പിച്ച് കളയും. കാരണം എന്താണ്? ആ സ്പേസിലേക്ക് ആള് യോഗ്യനല്ല, അല്ലെ? അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ആ സ്പേസിലേക്ക് യോഗ്യനല്ലാത്ത, അർഹനല്ലാത്ത, അത് ഡീല് ചെയ്യാൻ അറിയാത്ത ഒരാൾ വരുന്നതോടുകൂടി തന്നെ മറ്റുള്ള ടീമുകൾ കംപ്ലീറ്റ്ലി എന്താണ്, ആ സംസാരവും ഡിസ്കഷനും എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് എന്താണ്, അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു വന്നത് ദ പാർട്ടിസിപ്പൻസ് ഈസ് ദ സ്റ്റാർ. നമ്മളല്ല സ്റ്റാർ. നമ്മുടെ അറിവിനെയും കഴിവിനെയും അവിടെ പ്രകടിപ്പിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് അവർക്ക് എന്താണോ വേണ്ടത്, ദ ലേണേഴ്സ് ഗ്രോത്ത് ഈസ് ദ മെയിൻ ഫോക്കസ്. മുന്നിലിരിക്കുന്ന ആളുകളുടെ ഫോക്കസ് അവരുടെ ഗ്രോത്ത് ആയിരിക്കണം ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, അപ്രീഷിയേറ്റ് കോൺട്രിബ്യൂഷൻസ്. അവരെന്താണ്, അവിടെ കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷനെ നമ്മൾ കൊണ്ടുവരണം. ആ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇടപെടണം, അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അവിടെ ഇരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതേപോലെ തന്നെ അക്നോളജ് ഡൗട്ട്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അക്നോളജ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതേപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെ? എല്ലാ വിധത്തിലും അവരെ സഹായിക്കാൻ, അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം, എത്ര ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും, എത്ര നമ്മളെ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും മനോഹരമായിട്ട് നമുക്കതിനെ ഡീല് ചെയ്യാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അപ്പോ ആ ഒരു മനോഹരമായ രീതിയിൽ നമ്മൾ ഇടപെടുമ്പോൾ മാത്രമാണ് പാർട്ടിസിപ്പൻസ് സ്റ്റാർ ആയിട്ട് മാറുള്ളൂ. അപ്പോ നമ്മളിൽ നിന്ന് അവരിലേക്ക് ഉള്ള ഒരു യാത്ര, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ട്രെയിനിങ്ങിൽ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കണം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാമത്തെ പോയിന്റ്, ഐ ഷുഡ് ബി പെർഫെക്റ്റ്. ഓക്കെ, ആ മൈൻഡ് സെറ്റിൽ നിന്ന്
ഐ ഷുഡ് ബി വാല്യുബിൾ, ഐ ഷുഡ് ബി പെർഫെക്റ്റ് എന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്ന് വി ഹാവ് ടു ഷിഫ്റ്റ് ടു ഐ ഷുഡ് ബി വാല്യുബിൾ. ആ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ എന്താണ് കാരണം? നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഫിയർ ഓഫ് മിസ്റ്റേക്സ്, നമ്മൾ എന്താണ് മിസ്റ്റേക്കുകൾ ഉണ്ടാകും എന്ന ചിന്തകള്, അതേപോലെ തന്നെ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുമല്ലോ എന്നുള്ള മൈൻഡ് സെറ്റ്, അതിൽ നമ്മൾ ഇതൊക്കെ മറന്നു പോകുമല്ലോ എന്നുള്ള മൈൻഡ് സെറ്റ്, അതിൽ നിന്ന് നമ്മൾ എന്താണ്, നമ്മൾ ഫോക്കസ് ഓൺ ആൻ ഇമ്പാക്ട്, നമ്മൾ ഒരു ഇമ്പാക്റ്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് എ പെർഫെക്ഷൻ. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഏതെങ്കിലും വിധത്തിൽ അല്ലെ? പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് കരുതിയിട്ട് നമ്മൾ മാറ്റിവെച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിന്റെ ഏതെങ്കിലും ഒരു എലമെന്റ്, ഏതെങ്കിലും ഒരു കാര്യം ഒരു ചെറിയ വിധത്തിലെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ചെറിയ മാറ്റമെങ്കിലും സംഭവിച്ചേനെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അത് ചെയ്യാതെ നമ്മൾ മാറ്റിവെച്ചു എന്നുള്ളതാണ്. അപ്പോ അവിടെ എന്താണ്, നമ്മൾ ആ ഫിയർ ഓഫ് മിസ്റ്റേക്സിൽ നിന്ന്, അതല്ലെങ്കിൽ ഞാനൊരു പെർഫെക്റ്റ് ആകട്ടെ, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള മെന്റാലിറ്റിയിൽ നിന്ന് വാല്യുബിൾ ആവുക, കൊടുക്കുന്നതിൽ എന്താണ് അവിടെ എന്തെങ്കിലും അവർക്ക് കിട്ടുക എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്താണ് മാറാൻ സാധിക്കും. അപ്പൊ അവിടെ എന്താണ് കണക്ഷൻ ഉണ്ടാകണം. ഒരു വാല്യൂ ഉണ്ടാകണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? കണക്ഷൻ. ഓഡിയൻസുമായിട്ട് നമുക്ക് നല്ല റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ പറ്റണം, നല്ല കണക്ഷൻ ഉണ്ടാകണം. ആ കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് അവരിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന, നമ്മൾ വളരെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മളോട് ഒരു വിഷയം പറയുന്ന സമയത്ത് അത് നമ്മൾ ഉടനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യും. അത്രയും നമ്മൾ ചെയ്യാതെ, അത്രയും നാൾ നമ്മൾ എന്താണ് ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കായിരിക്കും. അങ്ങനെ അവസാനം ആ ഒരു സമയത്ത് വന്നിട്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട, വളരെ വേണ്ടപ്പെട്ട ഒരാൾ വന്നിട്ട്, എന്താ നീ അത് ചെയ്യാത്തെ, നീ അതെന്താ സബ്മിറ്റ് ചെയ്യാത്തെ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അത്രയും നാള് നമ്മൾ വേണ്ടാന്ന് വെച്ചൊരു സാധനം പെട്ടെന്ന് പോയിട്ട് പിന്നെ നമ്മൾ അത് ചെയ്യും. ഇറ്റ്സ് എ കണക്ഷൻ. മനസ്സിലായില്ലേ? ഈ കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എവിടേക്കും യാത്ര പോകും. കാസർഗോഡുള്ള ഒരാള് തിരുവനന്തപുരത്തുള്ള തന്റെ കൂട്ടുകാരന്റെ മകളുടെ കല്യാണത്തിന് കണക്ഷൻ ഉണ്ടെങ്കിൽ പോകും. വിളിച്ചാ മതി. എത്ര ദൂരം യാത്ര ചെയ്യാനും ഒരു പ്രയാസം ഉണ്ടാവില്ല. കണക്ഷനാണ്. മനസ്സിലായില്ലേ? അത് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു സഹായം വേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഒരു വാക്ക് മതി. അവിടെ എന്താണ് അത് ചെയ്യാൻ സന്നദ്ധമാകും എന്നുള്ളതാണ്. അപ്പോ ആ പാർട്ടിസിപ്പൻസും ട്രെയിനറും തമ്മിലുള്ള ഒരു കണക്ഷൻ, ആ കണക്ഷൻ വളരെ പ്രധാനമാണ്. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അവിടെ ഒരു ഓപ്പൺനെസ് ഉണ്ടാകണം. നേരത്തെ പറഞ്ഞ നമ്മളൊരു ഓണർഷിപ്പ് ഉണ്ടാകണം. ഇങ്ങനെ എല്ലാം നമ്മൾ നൽകുമ്പോഴാണ് അവിടെ എന്താണ് പെട്ടെന്ന് തന്നെ അവിടെ എന്താണ് ഒരു കണക്ഷൻ രൂപപ്പെടുകയും അവിടെ വാല്യുബിൾ ആയിട്ട് മാറുകയും ഒരു റിസൾട്ട് അവിടെ നമുക്ക് കാണാനും പറ്റുക. അതേപോലെ തന്നെ ഈ പിന്നെ വാല്യുബിൾ ആകാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സ്പീക്ക് നാച്ചുറലി. സ്പീക്ക് നാച്ചുറലി എന്നുള്ളത് വളരെ പ്രധാനം. റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക. നമ്മൾ വേറൊരാളാവാതിരിക്കുക. അത് പഴയ ട്രെൻഡാണ്. പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് പോഡ്കാസ്റ്റുകളാണ് ഇന്നത്തെ ട്രെൻഡ്. പഴയ പോലെയല്ല. മറിച്ച് എന്താണ്, നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണോ അറിയുന്നത് അത് നമ്മുടേതായിട്ടുള്ള ശൈലിയിൽ നമ്മൾ വളരെ സരളമായി സുന്ദരമായി നമ്മൾ പറയാം. കുറെ മെമ്മറൈസ് ചെയ്ത് പറയുന്നതോ ഒന്നും ഒന്നല്ല. ഈവൻ ഫില്ലർ വേർഡ്സ് വരെ നാച്ചുറാലിറ്റിയാണ് അല്ലെ? ഫില്ലർ വേർഡ്സ് വരെ നാച്ചുറാലിറ്റിയാണ്. അതാണ് അക്സെപ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ഒരു ജെനുവിനിറ്റി ആയിട്ട് വരുന്ന ഒരു കാലത്താണ്. നമ്മൾ സാധാരണ മുന്നേ എന്താണ് സ്പീച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫില്ലർ വേർഡ് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നാച്ചുറാലിറ്റി, നമ്മൾ വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ നമ്മൾ സംസാരിക്കൂ. അതാണ് ജെനുവിനിറ്റി എന്ന് പറയുന്നത്. അതാണ് ആളുകൾക്ക് വേണ്ടത് എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രസന്റേഷൻസ് ഉണ്ടാകണം. അപ്പൊ നമ്മൾ ആരെയും ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആരെയും ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആരെയും കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല.
നമ്മളാണ് യുണീക്ക്, നമ്മുടെ സംസാരം യുണീക്കാണ്, നമ്മളുടെ പിന്നെ ഫിസിക്കൽ അപ്പിയറൻസ് യുണീക്കാണ്. ഇങ്ങനെ തുടങ്ങി നമ്മളുടെ എല്ലാം നമ്മളൊന്ന് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും ഇന്നയാളാണ് എന്നുള്ളത് അല്ലെ. നമ്മുടെ ഒരു വോയിസ് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും നമ്മളാണതെന്ന്. അതാണ് നമ്മുടെ യുണീക്ക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു യുണീക്ക്നെസ്സിൽ നമ്മൾ പിന്നെ വിശ്വസിക്കുക. അപ്പൊ ആയതുകൊണ്ട് പെർഫെക്റ്റ് ആകാൻ വേണ്ടിയല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, മറിച്ച് വാല്യുബിൾ ആകാൻ വേണ്ടിയിട്ട് അല്ലെ, വാല്യുബിൾ ആകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഐ ഡെലിവർ ട്രെയിനിങ്. ഓക്കെ, ഐ ഡെലിവർ ട്രെയിനിങ് എന്നുള്ളതിൽ നിന്ന് ഐ ഫെസിലിറ്റേറ്റ് ലേണിംഗ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. ഐ ഡെലിവർ ട്രെയിനിങ് അതിൽ നിന്ന്, ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ ഏതിലേക്ക് മാറണം, ഐ ഫെസിലിറ്റേറ്റ് ലേണിംഗ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിസിപ്പൻസ് ക്രിയേറ്റ് ദയർ ഓൺ ഇൻസൈറ്റ്സ്. അപ്പോൾ ലേണിങ്ങിനെ, പഠനത്തെ നമ്മൾ സുഗമമാക്കുക, അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് എന്താണ്, അവരിൽ ഒരു ഇൻസൈറ്റുകൾ രൂപപ്പെടുത്തുക, സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ധാരാളമായിട്ട് നമ്മൾ ചോദിക്കേണ്ടി വരും. അതല്ലെങ്കിൽ അവരെ തിങ്ക് ചെയ്യാൻ, അവരെ റെസ്പോണ്ട് ചെയ്യാൻ അവിടെ ഒരു കൺട്രോളിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡേ അതിൽ വരുന്നില്ല. കൺട്രോളിങ് ഇല്ല, മറിച്ച് എന്താണ്, ഗൈഡാണ് അവിടെ വരുന്നത്. ഗൈഡ് ഇൻസ്റ്റെഡ് ഓഫ് കൺട്രോളിങ്. അവരെ കൊണ്ട് അവരെ ഓപ്പൺ ആയിട്ട് അവരെ സംസാരിപ്പിക്കുക, അവരെ തിങ്ക് ചെയ്യിപ്പിക്കുക, ആൻസർ ചെയ്യിപ്പിക്കുക, ചോദ്യങ്ങൾ ചോദിപ്പിക്കുക, ഇൻസൈറ്റ് ജനറേറ്റ് ചെയ്യിപ്പിക്കുക, ഡിസ്കഷൻസ് കൊണ്ടുവരിക, റോൾ പ്ലേസ് കൊണ്ടുവരിക, സൊല്യൂഷൻ ഓറിയന്റഡ് ആവുക. ഇങ്ങനെ ആ ഒരു മെത്തേഡ് ആയിരിക്കണം നമ്മൾ പിന്നെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് ദ ഫെസിലിറ്റേറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോ ട്രെയിനർസ്, ഐ ഡെലിവർ ട്രെയിനിങ്, അല്ലെങ്കിൽ ട്രെയിനർ ഈസ് ദ സെന്റർ ഓഫ് ദ റൂം എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം അവിടെ എന്താണ്, ഐ ഫെസിലിറ്റേറ്റ് ലേണിംഗ്. പാർട്ടിസിപ്പൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഓണർഷിപ്പ് നമ്മൾ കൊടുക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് കോണ്ടന്റ് ഡ്രിവൺ. ഓക്കെ, കോണ്ടന്റ് ഡ്രിവൺ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്താണ്, ലേണർ ഡ്രിവൺ എന്നുള്ള മെത്തേഡിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യുക. കോണ്ടന്റ് ഡ്രിവൺ വേഴ്സസ് എന്താണ്, ലേണർ ഡ്രിവൺ എന്ന മെത്തേഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മൈൻഡ് സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഡാറ്റകളുടെ കാലമാണ്. എന്താണ്, ഡാറ്റകളുടെ കാലമാണ്. ഡാറ്റകൾ ഇന്ന് അനായാസം നമുക്ക് കിട്ടും അല്ലെ. പക്ഷെ ഈ ഡാറ്റകൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റുന്നിടത്താണ് നമ്മളുടെ വിജയം. ഓരോ ഡാറ്റയും മനോഹരമായി അവതരിപ്പിക്കുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ പറ്റും. കാരണം ഇന്ന് ഒരു ഏത് ഡാറ്റ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു ഞൊടിയിടയിൽ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ആ ഡാറ്റ നിങ്ങളുടെ ആശയത്തെ, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ, നിങ്ങളുടെ സർവീസിനെ, നിങ്ങളുടെ സ്കിൽസിനെ നിങ്ങൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നിടത്ത് അവിടെയാണ് നമ്മളുടെ വിജയം. അവരിലേക്ക് അത് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നിടത്ത്. മൈ സ്ലൈഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതിൽ നിന്ന് അപ്പുറത്തേക്ക് അവിടെ ലേണർ ഡ്രിവണിലേക്ക്, എന്താണ്, എൻ്റെ സ്ലൈഡ് പോയാലും കുഴപ്പമില്ല, എൻ്റെ സ്ലൈഡ് ഒരെണ്ണം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എൻ്റെ ഒരു ഡാറ്റ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അവിടെ എന്താണ്, അവരിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ആശയത്തെ മനോഹരമായി എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ എന്താണ്, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പൊ അവിടെ എക്സാമ്പിൾസ്, കോണ്ടെക്സ്റ്റിന്റെ നമുക്ക് എന്താണ്, കൃത്യമായിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റണം. റിലേറ്റബിൾ സ്റ്റോറീസ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റണം. കസ്റ്റമൈസ് ആക്ടിവിറ്റീസിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ, ഇങ്ങനെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോഴാണ് ലേണർ ഡ്രിവൺ ആയിട്ട് മാറുക. ലേണർ ഡ്രിവൺ. ചില ആളുകളൊക്കെ ഈ സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് മൊത്തം അങ്ങോട്ട് കുത്തി നിറച്ചു വെക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും എന്താണ്, ഇതിങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്താണ്, എല്ലാം നമുക്ക് വായിക്കാൻ പറ്റും. പിന്നെ അയാൾ ഇതിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യല. അപ്പൊ ഇത് ഓൾറെഡി ഈ സാധനം ഇവിടെ കിടക്കുന്നുണ്ട്.
പിന്നെ അയാൾ ഇതിരുന്നിട്ട് ഇതിങ്ങനെ വായിക്കലാ പരിപാടി. അതിനേക്കാൾ അപ്പുറത്ത് കോണ്ടന്റുകൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ അതിൽ നിന്ന് ചില ഇൻസൈറ്റുകളാണ്. ഒരു PPT നമ്മൾ തയ്യാറാക്കുമ്പോൾ ആ PPTയിൽ ഒരു പക്ഷേ നമുക്ക് ടെക്സ്റ്റുകളായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് വേണ്ടി വരിക, മറിച്ച് നമുക്ക് അതിന്റെ ചില ഇൻസൈറ്റുകൾ, ചില ഒരു ഇമേജ് ആയിരിക്കും ചിലപ്പോൾ നമ്മളോട് കൊടുക്കേണ്ടി വരിക. ആ ഇമേജിൽ നിന്ന് അവർക്ക് അതിൽ നിന്ന് ചില ആശയത്തെ ഉൾക്കൊള്ളാൻ പറ്റണം. ഒരു ലൈഫിനെ നാം പറയുമ്പോൾ, ഒരു ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ട്രീയെ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവെക്കാം, ഒരു 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 പിന്നെ വൃക്ഷത്തെ നിങ്ങൾക്ക് കൊണ്ടുവെക്കാം. അതെങ്ങനെയാണ് ഒരു ലൈഫ് എങ്ങനെയാണ് ഒരു വൃക്ഷത്തെ പിന്നെ സമീകരിക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഒരു ലൈഫിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ നമ്മളൊരു ഇമേജ് നമ്മളവിടെ കൊണ്ടുവെക്കുകയാണ്, ഒരു വൃക്ഷത്തിന്റെ അതല്ലെങ്കിൽ ഒരു പ്ലാന്റിനെ നമ്മളവിടെ കൊണ്ടുവെക്കുകയാണ്. അങ്ങനെ കൊണ്ടുവെക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുക? ഒരു മനുഷ്യന്റെ ലൈഫ് പോലെ തന്നെ ഒരു ചെറിയ വിത്തിൽ നിന്ന് വളർന്നു വരുന്ന, അത് പിന്നെ പൂവായിട്ട് മാറും, നല്ല ഭംഗിയുള്ള ഓരോ വലിയ വൃക്ഷമായിട്ട് മാറും. അപ്പൊ നമുക്ക് അതിനെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. യെസ്, എക്സാക്ട്ലി. അപ്പോ താങ്ക് യു സോ മച്ച് അനസ് സാർ, വളരെ സന്തോഷം. അപ്പോൾ ഒരു ലൈഫ് തുടങ്ങുന്ന അതിൻ്റെ ഒരു വിത്ത് പാകി അത് മുളച്ച് മുന്നോട്ട് വന്ന് ഒരു വടവൃക്ഷമായി അതിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചുകൾ വന്ന് അതിൽ നിന്ന് ഒരുപാട് ഫ്രൂട്ട്സുകൾ പിന്നെ നമുക്ക് ലഭ്യമാകുന്ന വിധത്തിലേക്ക് മാറുന്ന ഒരു മനോഹരമായ എക്സാമ്പിൾ നമുക്ക് അവിടെ കാണിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു പിക്ചർ കൊണ്ട് അവിടെ ഇടും. അപ്പൊ ഇതേപോലെ റിലേറ്റബിൾ ആയിട്ട് മറ്റുള്ളവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് കിട്ടുന്ന രൂപത്തിൽ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ലേണർ ഡ്രിവൻ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ചെയ്യേണ്ടത് മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ളതിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ ആർക്കിടെക്ട്. എന്താണ് മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ളതിൽ നിന്ന് നമ്മൾ എന്താണ്, എങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം? ട്രാൻസ്ഫോർമേഷണൽ ആർക്കിടെക്ട് എന്നുള്ളതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ചില സന്ദർഭങ്ങളിൽ നമുക്ക് മോട്ടിവേഷണൽ സ്പീക്കർ തന്നെ ആകേണ്ടി വരും. പക്ഷെ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ആ ട്രെയിനിങ്ങിന്റെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. ട്രെയിനിങ്ങിന്റെ എലമെന്റിന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞ നോളജ് കൺവേ ചെയ്യുമ്പോഴും സ്കിൽസിനെ നമ്മൾ പഠിപ്പിക്കുമ്പോഴും മൈൻഡ് സെറ്റിനെയും ബിഹേവിയറിനെയും കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ട് മാറേണ്ടി വരും. പക്ഷേ ഒരു ഫുൾ ടൈം മോട്ടിവേഷണൽ സ്പീക്കർ അല്ല ഒരു ട്രെയിനർ എന്ന് പറയുന്നത്, മറിച്ച് ഒരു ട്രാൻസ്ഫോർമേഷണൽ ആർക്കിടെക്റ്റ് ആണ്. അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റണം, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കണം. ആ രീതിയിലേക്ക് നമുക്ക് എന്താണ് ഒരു ട്രെയിനർക്ക് അവിടെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കണം. അപ്പോ ഓൺലി ഗിവിങ് ഇൻസ്പിരേഷൻ മാത്രം കൊടുത്താൽ പോരാ, മറിച്ച് എന്താണ് ഹെൽപ്പിംഗ് പീപ്പിൾ അപ്ലൈ ഇൻസൈറ്റ്. ആ ഇൻസൈറ്റുകൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു മാർഗം അവിടെ ഉണ്ടാകണം. അവരുടെ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയ മൈൻഡ് സെറ്റുകൾ രൂപപ്പെടുത്താൻ അവിടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട്, ടാസ്ക് ഓറിയന്റഡ് ആയിട്ട് അവിടെ ഒരു ഫ്രെയിം വർക്ക് രൂപപ്പെടുത്താൻ നമുക്ക് കഴിയണം. ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ളത്, ട്രെയിനിങ് ബിഫോർ ആൻഡ് ട്രെയിനിങ് ആഫ്റ്റർ എന്നുള്ളത് നമുക്ക് എന്താണ് അവിടെ നോക്കാൻ പറ്റണം. നമുക്ക് ചില ടൂൾസുകൾ അവർക്ക് കൊടുക്കാൻ പറ്റണം, ചില എക്സസൈസുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും, അവർക്ക് ചില പ്രാക്ടീസുകൾ കൊടുക്കാൻ പറ്റണം, ചില ടാസ്കുകൾ കൊടുക്കാൻ പറ്റണം, ചില ഷീറ്റ്സുകൾ നമുക്ക് കൊടുക്കാൻ പറ്റണം. ഇങ്ങനെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ആർക്കിടെക്റ്റ് ആയിട്ട് നമുക്ക് മാറാൻ പറ്റുക. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. ഐ നീഡ് ടു ഇംപ്രസ് എന്നുള്ളതിൽ നിന്ന് ഐ നീഡ് ടു സേർവ് എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ്. ഐ നീഡ് ടു ഇംപ്രസ്, എനിക്ക് മറ്റുള്ളവരെല്ലാം ഇംപ്രസ് ചെയ്യണം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഐ നീഡ് ടു സെർവ്, എനിക്ക് എന്താണ് അവിടെ സെർവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറുക. എനിക്ക് കുറേ അപ്രീഷിയേഷൻ കിട്ടണം, എനിക്ക് കുറേ ഫീഡ്ബാക്കുകൾ കിട്ടണം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഫോക്കസ് ഓൺ ഗിവിങ് വാല്യൂ, നല്ല വാല്യൂസ് കൊടുക്കുന്നതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക, നല്ല സൊല്യൂഷൻസ് കൊടുക്കുന്നതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക.
ആളുകളെ നമ്മൾ ചേർത്ത് നിർത്തുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുക. ആളുകളെ നമ്മൾ എംപവർ ചെയ്യുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുക. അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുക. അതായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ്. എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടണം എന്നുള്ളതിനേക്കാൾ, എനിക്ക് നല്ല കയ്യടി കിട്ടണം, അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ ട്രെയിനിങ് എടുക്കാൻ പോകുന്നത്. മറിച്ച് എന്താണ്, എനിക്ക് അവിടെ ഒരു വാല്യൂ കൊടുക്കണം, എനിക്കൊരു മൂല്യം കൊടുക്കാൻ പറ്റണം, എനിക്ക് അവരുടെ ആ പ്രോബ്ലത്തെ ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കണം, എനിക്ക് അവരെ ഒന്ന് അപ്ലിഫ്റ്റ്, ആ ടീമിനെ ഒന്ന് അപ്ലിഫ്റ്റ്. അതാണ് ദ റിയൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതാണ് അല്ലെ ലീഡർഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? കൂടെയുള്ളവരെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റണം. കൂടെയുള്ളവരെ എന്ത് ചെയ്യണം? ഞാൻ ഉയർന്നു വരണം എന്നുള്ളതിനേക്കാൾ, അല്ലെ, ഞാനൊരു ബിസിനസ് മാൻ ആണെങ്കിൽ എൻ്റെ എംപ്ലോയീസും വളരണം എന്നുള്ളതായിരിക്കണം എൻ്റെ ചിന്ത. അതല്ലാതെ ഞാൻ കാറ് മേടിച്ചു, അതല്ലെങ്കിൽ ഞാൻ ബംഗ്ലാവ് പണിതു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് എന്തായിരിക്കണം? ഞാൻ പണിതു, അപ്പൊ ഞാൻ ചിന്തിക്കേണ്ടത് എൻ്റെ ക്ലർക്ക് ഉണ്ട്, എൻ്റെ അക്കൗണ്ടന്റ് ഉണ്ട്, അവരിപ്പോഴും സൈക്കിളിലാണ് വരുന്നത്, അവൻ ബൈക്ക് മേടിച്ചോ, അവൻ കാറ് മേടിച്ചോ എന്നുകൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതായത് നമ്മൾ വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എംപ്ലോയീസും അതല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരും നമ്മളെ ചേർത്ത് നിർത്തുന്നവരും കൂടി വളരണം എന്ന ഒരു ചിന്താഗതി ഉണ്ടാകണം. അങ്ങനെ ഒരു സർവീസ് മൈൻഡ് നമുക്ക് ഇതിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സോ ഹൗ ഐ ക്യാൻ ഹെൽപ്പ് ദം, അല്ലെ, എനിക്ക് എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്ന ഒരു ചിന്താഗതി നമ്മളിൽ ഉണ്ടാകണം. സ്റ്റേ ഹംബിൾ, നമ്മൾ എപ്പോഴും ഹംബിൾ ആയിരിക്കുക, അപ്പോഴേ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഹംബിൾ ആയിരിക്കുമ്പോൾ നമ്മളൊരു എക്സ്പേർട്ട് ആണെങ്കിലും, നമ്മളൊരു മാസ്റ്റർ ആണെങ്കിലും, നേരത്തെ നമ്മൾ ഹംബിൾ ആയിരിക്കുമ്പോഴാണ്, നമ്മൾ സിമ്പിൾ ആയിരിക്കുമ്പോഴാണ്, നമ്മൾ ഓപ്പൺ ആയിരിക്കുമ്പോഴാണ്, നമ്മൾ ആക്സസിബിൾ ആയിരിക്കുമ്പോഴാണ് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ, അങ്ങനെയുള്ള എൻവയൺമെന്റ് നമ്മളിലേക്ക് എത്തിച്ചേരുള്ളൂ. സോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഐ നീഡ് ടു ഇംപ്രസ് എന്നുള്ളതിൽ നിന്ന് എങ്ങനെ എത്താൻ പറ്റണം? ഐ നീഡ് ടു സെർവ് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രെയിനിങ് ഈസ് എ ജോബ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ട്രെയിനിങ് ഈസ് മൈ ഐഡന്റിറ്റി, ട്രെയിനിങ് ഈസ് എ ജോബ് എന്നുള്ളതിൽ നിന്ന് ട്രെയിനിങ് ഈസ് മൈ ഐഡന്റിറ്റി എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. ഒരു ജോബ്, ഒരു ജോലിയാണ് എന്നുള്ളതിൽ നിന്ന് എന്താണ്, അതൊരു ലൈഫ് സ്റ്റൈലാക്കി നമുക്ക് മാറ്റാൻ പറ്റണം. നമുക്ക് ജീവിക്കാൻ പറ്റണം, നമുക്ക് ട്രെയിനിങ്ങിൽ ജീവിക്കാൻ പറ്റണം. നമ്മൾ അവിടെ പോയിട്ട് റെഡിമെയ്ഡ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത്, അല്ലെ, നമ്മൾ ചിരിച്ച് ട്രെയിനിങ് എടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എന്താവരുത്? ആ ട്രെയിനിങ്ങിൽ പോകുമ്പോൾ മാത്രം ചിരിക്കുന്ന ഒരാളാവരുത്. ഞാൻ എൻ്റെ ലൈഫിലും ചിരിക്കുന്ന ആളാകണം. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. ട്രെയിനിങ്ങിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരെ അഭിനന്ദിക്കണം എന്ന് പഠിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യരുത്? ട്രെയിനിങ്ങിൽ പോകുമ്പോൾ മാത്രം നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും, ബാക്കി ഞാൻ പോരുന്ന സമയത്ത് ലൈഫിൽ ഞാൻ ആരെയും അപ്രീഷിയേറ്റ് ചെയ്യൂല, ഞാൻ ആരെയും അക്നോളജ് ചെയ്യൂല. അപ്പൊ എന്താണ്? നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാക്കി നമ്മൾ മാറ്റണം. അപ്പൊ ട്രെയിനിങ് എന്താണ്? ഇസ് നോട്ട് എ ജോബ്. ആ ജോബായിട്ട് നമ്മൾ കാണരുത്, മറിച്ച് എന്താണ്? അതൊരു ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ എന്താ മാറ്റുക, അതൊരു ഡെയിലി ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ട്രെയിനിങ് സ്കിൽസുകൾ, അപരിചിതരോട് നമ്മൾ സംസാരിക്കുന്നതാകാം, മറ്റുള്ളവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാകാം, ഫീഡ്ബാക്ക് നൽകുന്നതാകാം. ഇതെല്ലാം ട്രെയിനിങ്ങിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ലൈഫിൽ എന്താണ്? റിഫ്ലക്റ്റ് ഇൻ യുവർ ലൈഫ്. ലൈഫിലും ട്രെയിനിങ്ങിലും നിങ്ങൾ ഒരേപോലെ ആയിരിക്കണം. ഒരേപോലെ നിങ്ങളൊരു റോൾ മോഡൽ ആയിരിക്കണം. നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങളൊരു റോൾ മോഡൽ ആയിരിക്കണം. നിങ്ങൾക്ക് ലഭിച്ച പ്രകാശത്തെയാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് സമ്മാനിക്കുന്നത്. നിങ്ങൾക്ക് ലഭിച്ച പ്രകാശത്തെയാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് സമ്മാനിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടിയായിരിക്കണം ട്രെയിനിങ്ങിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടത്. കാരണം ഒരാളെ പിടിച്ചുയർത്തുക എന്ന് പറയുന്നത്, മനോഹരമായിട്ട് ഒരാളെ ഉയർത്തിക്കൊണ്ടുവരിക, അതല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് കരകയറ്റുക എന്ന് പറയുന്നത്, അല്ലെ, മരണത്തിൽ നിന്ന് നമുക്ക് ആരെയും രക്ഷിക്കാൻ കഴിയില്ല. മരണത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ആ മരണത്തിൽ നിന്ന് ആരെയും നമുക്ക് രക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ
ജീവിതത്തിൽ മരിച്ചു ജീവിക്കുന്നവരുണ്ട്. അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. സ്റ്റക്കായി നിൽക്കുന്ന ആളുകൾ, അല്ലെ? ഒരു സ്റ്റക്കിലായിരിക്കും കിടക്കുന്നത്. നല്ല നോളജ് ഉണ്ടാകും, പക്ഷെ എന്താണ് അവിടെ ഒരു കോൺഫിഡൻസിന്റെ ഒരു കുറവ്, ഒരു ഗൈഡൻസിന്റെ ഒരു കുറവ്, ഒരു സപ്പോർട്ടിന്റെ ഒരു കുറവുണ്ടാകും. ചിലപ്പോ നമ്മളുടെ ഒരു വാക്ക് മതി, ഒരൊറ്റ വാക്ക്. അതല്ലെങ്കിൽ ഒന്ന് പോയിട്ടൊന്ന് തോളിൽ തട്ടിയാൽ മതി, ഒരു തോളിൽ ഒന്ന് തട്ടൊരു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മളെപ്പോഴെങ്കിലും അശ്രദ്ധമായിട്ട് അൺകോൺഷ്യസ് ആയിട്ട് ഇട്ട ഒരു വോയിസ് ആയിരിക്കും ഒരാളിൽ ഉണ്ടാക്കുന്ന റിഫ്ലക്ഷൻ. അല്ലെ? നമ്മൾക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴെങ്കിലും ചിലപ്പോൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വോയിസ് ആയിരിക്കും. ചിലപ്പോൾ ഒരു വർഷത്തിന് ശേഷം, 2 വർഷത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്ന് നമ്മളോട് പറയും, അങ്ങനെ ഒരു വോയിസ് ഞാൻ കേട്ടപ്പോഴാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്ന്. അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ട്രെയിനിങ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. ലേണിംഗ്, ഹെൽപ്പിംഗ്, ഗ്രോയിങ്, ഇത് ഡെയിലി നടക്കണം. എന്താണ്? ലേണിംഗ് നടക്കണം, ഹെൽപ്പിംഗ് നടക്കണം, ഗ്രോയിങ് നടക്കണം. ഇത് ഡെയിലി എന്നോണം നമ്മുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്യും? കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യും. ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്യും? പഠിക്കാനിരിക്കും. ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ നന്നാകും. അതല്ലെങ്കിൽ എന്താ? ഞാൻ അങ്ങനെയല്ല. മറിച്ച് എന്താകണം? നമുക്ക് ട്രെയിനിങ് ഈസ് ആൻ ഐഡന്റിറ്റി. അപ്പോൾ ലേൺ ന്യൂ തിങ്സ്. മറ്റുള്ള ട്രെയിനേഴ്സിനെ നമ്മൾ സ്റ്റഡി ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ഒരു സിഗ്നേച്ചർ നമ്മൾ ബിൽഡ് ചെയ്യുക. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഐഡന്റിറ്റി ആക്കി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. ട്രെയിനിങ് ഈസ് ഈക്വൽ ടു യു എന്നുള്ള രൂപത്തിൽ. ട്രെയിനിങ് ഈസ് ഈക്വൽ ടു യു. നിങ്ങളൊരു പാരന്റ് കോച്ച് ആണെങ്കിൽ, അല്ലെ, ഒരാൾ പാരന്റ് കോച്ച് ആകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, പാരന്റ് കോച്ചിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ പേര് വരണം. അങ്ങനെ എന്താണ്? നമുക്കൊരു ഐഡന്റിറ്റി നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. അടുത്തതായിട്ട് മൈൻഡ് സെറ്റിൽ നമ്മൾ പറയുന്നത് ലിസണിങ് ടു റിപ്ലൈ. ലിസണിങ് ടു റിപ്ലൈ എന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ എവിടേക്ക് മാറണം? ലിസണിങ് ടു അണ്ടർസ്റ്റാൻഡ്. ലിസണിങ് ടു അണ്ടർസ്റ്റാൻഡ്, ലിസണിങ് ടു റിപ്ലൈ. അതിൽ നിന്ന് നമ്മൾ എവിടേക്ക് മാറണം? ലിസണിങ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോ ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം എന്താണ് വേണ്ടത്? ഓരോ പാർട്ടിസിപ്പൻസിനെയും ഇമോഷണൽ സ്റ്റേറ്റ്സുകളെ മനസ്സിലാക്കിക്കൊണ്ട്, അതിന്റെ ചലഞ്ചസുകളെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, അവരെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ കേൾക്കുന്ന സമയത്ത്, അല്ലെ, നമ്മൾ ഉടനെ ചാടിക്കേറി ആൻസർ പറയുക എന്നുള്ളതായിരിക്കില്ല ചിലപ്പോൾ ഒരാളുടെ നീഡ്. ചിലപ്പോൾ അത് കേൾക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. ഞാൻ സാധാരണ ട്രെയിനിങ്ങിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, ചിലപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നത്, ആ ചോദ്യം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് ഇതാണ് ചോദ്യം എന്ന്. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയരുത്. അവൻ ചോദിക്കട്ടെ. കാരണം അവന്റെ ലൈഫിലെ ചിലപ്പോ ആദ്യത്തെ ചോദ്യമായിരിക്കും, ആ കുട്ടിയുടെ ലൈഫിലെ ആദ്യത്തെ ചോദ്യമായിരിക്കും. അവൻ ആ സമയത്ത് നമ്മളൊരു എക്സാം റിലേറ്റഡ് ക്ലാസ് എടുക്കാൻ പോവായിരിക്കും. കാരണം ഇനിയിപ്പോ എക്സാമിന്റെ സമയമായി. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രെയിനർമാർ എക്സാം റിലേറ്റഡ് ക്ലാസ്സുകൾ എടുക്കാനൊക്കെ കിട്ടും. അപ്പൊ എക്സാം റിലേറ്റഡ് ക്ലാസ് എടുക്കാൻ പോകുന്നു. അവിടെ ഒരു കുട്ടി ഇരിക്കുന്നു. അവൻ ലൈഫിൽ ഇതുവരെ ചോദ്യം ചോദിച്ചില്ല. പക്ഷെ അവൻ എല്ലാ ധൈര്യവും സംഭരിച്ചുകൊണ്ട് അവന്റെ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ചോദ്യം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയുന്നു, ഇരുന്നോളൂ, എനിക്ക് മനസ്സിലായി. അവന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് പരാജയപ്പെടുകയാണ്. അവനക്ക് അത് ഫുള്ളാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയാണ്. കാരണം നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ കേട്ടതാണ്, നമ്മൾ ഒരുപാട് ആൻസറുകൾ പറഞ്ഞതാണ്. പക്ഷേ നമുക്ക് ആ കുട്ടിയെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ആ കുട്ടി പറയട്ടെ. ആ കുട്ടി പറഞ്ഞതിന് ശേഷം ആ കുട്ടിയെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മളൊന്ന് സമയം കണ്ടെത്തുക. ആ കുട്ടിയെ ഒന്ന് ഇൻസ്പയർ ചെയ്യാൻ, അക്നോളജ് ചെയ്യാൻ, അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ പോവുക. കാരണം നമ്മൾ കേൾക്കുന്നത് ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നിന്നാണ് നമ്മളൊരു ഗ്രേറ്റ് ട്രെയിനറായിട്ട് നമ്മൾ മാറുന്നത്. അത് ട്രെയിനിങ്ങിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഡെയിലി ലൈഫിലും ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ആൻസർ പറയാൻ, ഇന്ററപ്റ്റ് ചെയ്യാൻ ഉള്ള രീതിയല്ല നമുക്ക് വേണ്ടത്. മറിച്ച് എന്താണ്?
അതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് പാർട്ടിസിപ്പൻസിന്റെ ഇമോഷണൽ സ്റ്റേറ്റ്സിനെ, ചലഞ്ചസിനെ, അവരുടെ ഫിയേഴ്സിനെ ഒക്കെ നമുക്ക് എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു ട്രെയിനർക്കോ കോച്ചിനോ പറ്റുമ്പോഴാണ് നമുക്ക് അവിടെ മനോഹരമായിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്ത് ലിസണിങ് ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു മനോഹരമായ തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ട്രെയിനർ വിത്ത് ഇൻഫോർമേഷൻ. ട്രെയിനർ വിത്ത് ഇൻഫോർമേഷനെ നമ്മൾ എന്താണ് ആ മൈൻഡ് സെറ്റിൽ നിന്ന് ട്രെയിനർ വിത്ത് ഇൻഫ്ലുവൻസ്, ട്രെയിനർ വിത്ത് ഇൻഫോർമേഷൻ എന്നുള്ളതിൽ നിന്ന് നമ്മൾ എങ്ങനെ മാറണം? ട്രെയിനർ വിത്ത് ഇൻഫ്ലുവൻസ്. ഇൻഫോർമേഷനിൽ നിന്ന് ഇൻഫ്ലുവൻസിലേക്കുള്ള ഒരു യാത്ര നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. നിങ്ങളൊരു ട്രെയിനർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നിടത്ത് നിങ്ങളുടെ ആശയങ്ങളെ മനോഹരമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിക്കാൻ. കാരണം ഇൻഫോർമേഷൻ എഡ്യൂക്കേറ്റ് ചെയ്യാണ്, പക്ഷെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ചെയ്യുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കലയാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വോയിസിനെ നിങ്ങൾ മോഡുലേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ നിങ്ങൾ ഷേപ്പ് ചെയ്യണം. നിങ്ങളുടെ പേഴ്സണൽ സ്റ്റൈൽസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രാൻഡ് ചെയ്യണം. നിങ്ങളുടെ സ്റ്റോറീസിനെ നിങ്ങൾ ബിൽഡപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ഇമോഷണൽ ടച്ചിങ്ങുകൾ നിങ്ങളുടെ ട്രെയിനിങ്ങുകളിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അതേപോലെ തന്നെ നല്ല ക്ലാരിറ്റിയും സ്ട്രക്ചറുമുള്ള ആളുകളായിട്ട് നമുക്ക് ട്രെയിനിങ് എടുക്കാൻ സാധിക്കണം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് ഇൻഫ്ലുവൻസിങ്ങിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. അപ്പൊ ട്രെയിനർ വിത്ത് ഇൻഫോർമേഷൻ, ഇൻഫോർമേഷനിലൂടെ ഒരു ട്രെയിനിങ് എടുക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇൻഫ്ലുവൻസിങ്ങിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. നേരത്തെ പറഞ്ഞ ഒരു കണക്ഷൻ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റണം. ഒരു ബ്രാൻഡ് ഒരു പേഴ്സണൽ ബ്രാൻഡ് നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. അവിടെ എന്താണ്? ഒരു ട്രസ്റ്റ് അവിടെ ബിൽഡപ്പ് ചെയ്യും. ട്രസ്റ്റ് മാർക്കറ്റിംഗ് രൂപപ്പെടും. കാരണം പീപ്പിൾ ബൈ യു എന്നുള്ളതാണ്. ആളുകൾ വേടിക്കുന്നത് നമ്മളെയാണ്. എൻ്റെ ഒരു കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തത് എൻ്റെ കോഴ്സ് അല്ല, മറിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്തത് എന്നെയാണ്, എൻ്റെ സമീപനത്തെയാണ്, എൻ്റെ വാക്കുകളെയാണ്, എൻ്റെ ഇടപെടലുകളെയാണ്, എൻ്റെ പ്രതികരണങ്ങളെയാണ്, എൻ്റെ സ്വഭാവത്തെയാണ്, എൻ്റെ ഇൻഫോർമേഷനെയാണ്. അപ്പോ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്, ആ പേഴ്സണൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്നുള്ള ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏകദേശം 10-ൽ-അധികം പോയിന്റുകൾ, അതല്ലെങ്കിൽ 10 പോയിന്റുകളോളം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ട്രെയിനർക്ക് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി എന്ന നിലക്ക് നമ്മളുടെ ഒരു അടുത്ത തലത്തിലേക്ക്, പലപ്പോഴും നമ്മൾ അടുത്ത തലത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാതെ നമ്മളെ സ്റ്റക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മളെ ഒരു തടഞ്ഞു നിർത്തുന്ന പല ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ മനോഹരമാക്കി അതിനെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ട് മറ്റുള്ളവരിൽ ഒരു മാറ്റം വരുത്തണമെന്ന ഒരു ചിന്തയോടുകൂടി തന്നെ, ഒരിക്കലും ഒരു പ്രാഥമികമായിട്ട് ഒരു ഇൻകം എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യാതെ, ഒരു തുടക്കക്കാരായിട്ടുള്ള ട്രെയിനർമാരെ സംബന്ധിച്ചിടത്തോളം ഇൻകത്തിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ നമുക്ക് ഒരു വാല്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്ത്, ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ പറ്റണം. അവിടെയാണ് നമുക്ക് അതിന്റെ ഒരു ഔട്ട്കമാണ് നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെ, നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റിയുടെ, നമ്മൾ കൊടുക്കുന്ന ട്രാൻസ്ഫോർമേഷന്റെ ഔട്ട്കമായിട്ട്, അതിന്റെ അപ്പുറത്തെ റിസൾട്ട് ആയിട്ടാണ് ഇൻകം വരുന്നത്. അപ്പൊ ഡോണ്ട് ഫോക്കസ് ഓൺ ദ ഇൻകം. നിങ്ങൾ ആദ്യം ക്യാഷ് ചോദിക്കല്ലേ, മറിച്ച് എന്താണ്? നിങ്ങൾ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യൂ, നിങ്ങൾ ഒരു ഐഡന്റിറ്റി രൂപപ്പെടുത്തൂ, നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ, നിങ്ങളുടെ ആ ഒരു സർവീസിനെ, ക്വാളിറ്റിയെ മനോഹരമാക്കാൻ, ബെറ്റർ ആക്കുന്നതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനോഹരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാൻ സാധിക്കും. നിങ്ങളെ തേടി ആളുകൾ വരുന്ന വിധത്തിലേക്ക്, നിങ്ങൾ ആളുകളെ ചാക്കിട്ട് പിടിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളെ തേടി ആളുകൾ വരുന്ന വിധത്തിലേക്ക്, നിങ്ങളെ
പരിവർത്തിപ്പിക്കുന്നിടത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളുകൾ നിങ്ങളുടേതായിരിക്കും എന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് ഉണർത്താനുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നൽകാൻ സാധിച്ചു എന്ന ഒരു മനോഹരമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു സെഷനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു മണിക്കൂർ സംസാരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മൾ 8 മണിക്ക് തുടങ്ങി 9 മണിയായി. നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിനോട് ചേർത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങൾക്ക് ഇതിലേക്ക് കുറെ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനുണ്ടാകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഫീഡ്ബാക്കുകൾ പറയാനുണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനും പറയാനും ചർച്ച ചെയ്യാനുമായിട്ടാണ് ഇനിയുള്ള സമയം നമ്മൾ വിനിയോഗിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു മൈക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. ഇതുവരെ കേട്ട, സംസാരിച്ച, ഇടപെട്ട എല്ലാവർക്കും സന്തോഷങ്ങൾ, സ്നേഹങ്ങൾ. താങ്ക് യു സോ മച്ച്. ഹലോ. ഓക്കെ, പറയൂ. സാറേ, നമ്മള് ലാസ്റ്റ് പറഞ്ഞ 10ാമത്തെ പോയിന്റ്, ഐ നീഡ് ഇംപ്രസ്, ഐ നീഡ് സേവ് എന്നുള്ള പോയിന്റ് ഇല്ലേ, അത് ഒന്നുകൂടെ ഒന്ന് പറയും. ഓക്കെ, ഐ നീഡ് ടു ഇംപ്രസ്. ഓക്കെ, ഐ നീഡ് ടു ഇംപ്രസും ഐ നീഡ് ടു സെർവും. അപ്പോ ഇംപ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ട്രെയിനിങ് എടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്താണ്, നമുക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടണം, നമുക്ക് അതിൽ കുറെ കയ്യടി കിട്ടണം എന്നുള്ള രൂപത്തിൽ നിന്ന് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഫോക്കസ് ഓൺ ഗിവിങ് വാല്യൂ. നമുക്ക് എന്ത് വാല്യൂ ആണ് നമുക്ക് അവിടെ കൊടുക്കുക, എന്ത് മൂല്യമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക, നമുക്ക് എന്ത് പ്രോബ്ലമാണ് അവിടെ സോൾവ് ചെയ്യാൻ പറ്റുക, നമുക്ക് ഏതൊക്കെ ആളുകളെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, എത്ര ആളുകളെ നമുക്ക് എംപവർ ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് ഐ നീഡ് ടു സെർവ്. അതായത് ഹൗ ഐ ക്യാൻ ഹെൽപ്പ്, എനിക്ക് ഈ ട്രെയിനിങ്ങിലൂടെ എങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും. അതല്ലാതെ ഞാനൊരു ട്രെയിനിങ് എടുക്കാൻ പോകുമ്പോൾ തന്നെ എനിക്ക് എന്താവണം, എനിക്ക് അവിടെ ഒന്ന് ഷൈൻ ചെയ്യണം എന്നുള്ളതല്ല നമ്മുടെ ചിന്ത. മറിച്ച് എന്താണ്, ഷൈൻ എങ്ങനെയാ വരുന്നത്, അവിടെ നിങ്ങൾ നന്നായി സെർവ് ചെയ്യൂ, അപ്പൊ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡോണ്ട് ഫോക്കസ് ഓൺ ദ ഇൻകം. നിങ്ങൾ ഇൻകത്തെ അല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. മറിച്ച് എന്താണ്, നിങ്ങൾ ആ റിസൾട്ടിനെ ഫോക്കസ് ചെയ്യൂ, നിങ്ങൾ ആ ഔട്ട്കത്തെ ഫോക്കസ് ചെയ്യൂ, നിങ്ങൾ കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റിയെ ഫോക്കസ് ചെയ്യൂ. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട്, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്, ഇൻകം ആണ്. കാരണം നിങ്ങൾ ആളുകൾ വിളിക്കും അല്ലെ, നിങ്ങൾ വരാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കും, നിങ്ങളുടെ സംസാരത്തിന് വേണ്ടി ആളുകൾ കൊതിക്കും, ഈ സംസാരം കഴിയരുതേ എന്ന് അവർ ആഗ്രഹിക്കും. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ സർവീസ്. ഓക്കെ, ക്ലിയർ. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് ഫൈസൽ സാർ. ഗുഡ് ഈവനിങ് അനസ് സാർ. നമുക്കൊരു ട്രെയിനർ ആകാൻ പോകുന്ന ആൾക്കാര് ഫസ്റ്റ് ആദ്യം ചിന്തിക്കേണ്ടതും ചേഞ്ച് ചെയ്യേണ്ടതും നിലവിൽ ഇതുവരെ അവരെന്തായിരുന്നു, ഇനി അവരെന്താകാനാണ് പോകുന്നത്. അതിന് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷമായിരിക്കുമല്ലോ നമുക്കത് മാറ്റി ഞാൻ ഇനി എന്താകണമെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ട്രെയിനറായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വിലപ്പെട്ട 12 പോയിന്റുകളായിരുന്നു സാർ ഇന്നത്തെ ക്ലാസ്സിൽ നൽകിയത്. അതിന് ഏറ്റവും സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ട, എല്ലാ പോയിന്റും എടുത്ത് പറയേണ്ടത് തന്നെയാണ്, എങ്കിലും ചുരുങ്ങിയ സമയത്ത് നമ്മൾ കണ്ടന്റ് നമുക്കിപ്പോൾ എല്ലായിടത്തു നിന്നും കിട്ടും. സാറ് പറഞ്ഞ പോലെ ChatGPT എടുത്തോ ജെമിനി എടുത്തോ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ആവശ്യമുള്ള കണ്ടന്റുകളൊക്കെ ഉടനെ നമ്മുടെ ഫോണിലോ ടാബിലൊക്കെ കിട്ടും. പക്ഷെ ആ കണ്ടന്റ് കിട്ടിയോണ്ട് മാത്രം കാര്യമില്ല. കാരണം ഇത് ഡെലിവറി ചെയ്യുന്ന സ്റ്റൈല്, പ്രസന്റേഷൻ രീതി, നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇന്നൊക്കെ ഒരുപാട് കടമ്പകളുണ്ട്. ആ കടമ്പകൾ ഇപ്പം ഞങ്ങൾ പലയിടത്തും ട്രെയിനിങ്ങിന്, അതായത് നമ്മളൊരു ഓഡിയൻസ് ആയിട്ട് പോകുമ്പോൾ പോലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പല ആൾക്കാരും ചിലപ്പോൾ 10-20 വർഷമൊക്കെ അവർ ട്രെയിനിങ് എടുക്കുന്ന മേഖലയിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ അവർക്കത് ആ ഒരു ജോബ് അവർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അവർ പ്രസന്റേഷൻ ശൈലി അവർക്ക് വളരെ മോശം ആയിരിക്കും.
അപ്പൊ അവർക്ക് എത്ര അതിനകത്തൊരു അറിവുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ അവർക്ക് അവരുടെ കയ്യിലുള്ള കണ്ടന്റ് ഡെലിവറി ചെയ്യുന്നതിനകത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കേസാണെന്ന് സാറ് പറഞ്ഞ ആ പോയിന്റിലൂടെ മനസ്സിലായി. അതേപോലെ തന്നെ ചില ആൾക്കാർ മോട്ടിവേഷൻസ് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മോട്ടിവേഷൻ സ്പീച്ച് ചെയ്തിട്ട്. പക്ഷെ ഒരു പ്രോബ്ലം പറഞ്ഞുകൊണ്ട് ഇൻഡിവിജ്വലി ഒരു വ്യക്തി കൊണ്ട് പോയിട്ട് അവരുടെ അടുത്തൊരു പ്രോബ്ലം പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇതേപോലെ ആയിരിക്കും: അത് എൻ്റെ കയ്യിൽ അതിനുള്ള ഇതില്ല, ഞാൻ അതിനുള്ള സൊല്യൂഷൻ തരത്തില്ല, അതിന് നിങ്ങൾ വേറെ ആളെ കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു വിടുന്ന പല ആൾക്കാരുണ്ട്. അപ്പൊ മോട്ടിവേഷൻ സ്പീക്ക് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, അവരെ സാറ് പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റിയും ഒരു സ്കില്ലും അതിനുള്ള ഒരു നോളജ് കൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് പല ക്ലാസ്സുകളിലായാൽ പോലും നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന സാറ് സൂചിപ്പിച്ച പോലെ തന്നെ, സാറ് പറഞ്ഞപ്പോൾ നമുക്ക് ആ പോയിന്റ് മൈൻഡിലോട്ട് വന്നു. അതായത് നമ്മൾ ചോദിക്കും, വേറൊരാൾ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെന്താ ചോദിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ആ ഒരു ചോദ്യം നിങ്ങൾ പറയണ്ടേ, നിങ്ങൾ ഇതല്ലേ ഉദ്ദേശിച്ചതെന്ന് നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ സാറിന് അല്ലെ ഈ ട്രെയിനർക്ക് എന്താണ് പറയാൻ പോകുന്നതെന്ന്, ആ വ്യക്തി എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് ക്യാച്ച് ചെയ്തെടുക്കാനുള്ള ഒരു നോളജ് ഉണ്ട് എന്ന് മറ്റുള്ളവർ വിചാരിക്കുമായിരിക്കും. പക്ഷെ അതിനെക്കാട്ടിലുപരി ഈ ചോദിക്കുന്ന ആളെ അവരുടെ മാനസികാവസ്ഥ കൂടെ മനസ്സിലാക്കി അവരെ കൂടെ പരിഗണിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഒരു യഥാർത്ഥ ട്രെയിനർ ആവുള്ളൂ എന്ന് സാറ് പറഞ്ഞ പോയിന്റ് ഒക്കെ വളരെ വ്യക്തമാണ്. എനിവേ ഇത്രയും നല്ല രീതിയിൽ ഒരു സെക്ഷൻസ് ഹാൻഡിൽ ചെയ്ത് തന്നതിന് താങ്ക്സ് പറയാണ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് അനസ് സാർ. അതെ തീർച്ചയായിട്ടും ഇതില് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഡ്രൈവിംഗ് അറിയാം എന്ന് കരുതിയിട്ട് നമുക്ക് വേറെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഡ്രൈവിംഗ് അറിയാം എന്ന് കരുതിയിട്ട് നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ആ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേറൊരു സ്കില്ല് വേണം. അപ്പോ ഈ പഠിപ്പിക്കുന്ന ആ ട്രെയിനിങ് സ്കിൽസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. മറ്റുള്ളവരിലേക്ക് ഈ ഒരു സാധനത്തെ, അതായത് നമ്മളെ കയ്യിലുള്ള ഒരു മാസ്റ്റർ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും, നമ്മളിത് പഠിച്ചിപ്പോ നമ്മളതിൽ മാസ്റ്റർ ആവണം. ആ മാസ്റ്ററായ ഒരു സാധനത്തെ ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റണം നമുക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യണം, അവരിലേക്ക് നമ്മൾ എന്താണ് അങ്ങോട്ട് പകർത്തി കൊടുക്കുകയാണ്. ആ കഴിവ് എന്ന് പറയുന്നത് അതാണ് നമുക്ക് വേണ്ടത്. ആ ട്രെയിനിങ് സ്കിൽസ് എന്ന് പറയുന്ന ഒരു മേഖല നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഇവിടെ കിടക്കുന്ന ഒരു സാധനത്തെ നമുക്ക് എന്താണ് അവരിലേക്ക് അങ്ങോട്ട് പകർത്തി കൊടുക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. താങ്ക് യു അനസ് സാർ, വളരെ സന്തോഷം. നെക്സ്റ്റ് ആരാണ്? ഗുഡ് ഈവനിങ് സാർ. സാർ പറഞ്ഞതെല്ലാം നല്ല പോയിന്റ്സ് ആണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന 1-2 കാര്യങ്ങളെ. ഫസ്റ്റില് മോർണിംഗ് സർക്കിള് സെഷൻ എടുക്കാൻ വന്ന സമയത്ത് ആദ്യത്തെ 2 സെഷനിലും ഞാൻ സാറ് പറഞ്ഞ പോലെ വലിയൊരു PPT ഒക്കെ ഉണ്ടാക്കി. അതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാം അതിനകത്തുണ്ട്. ജസ്റ്റ് അത് ഷെയർ ചെയ്താൽ മതിയായിരുന്നു. എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അത് അതുപോലെ ഇങ്ങനെ വായിച്ച് പിന്നെ നമ്മുടെ ശൈലിയിൽ വായിക്കുന്നുണ്ട്, പക്ഷേ കണ്ടന്റ് എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. 2ാമത്തെ സെഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിയായ രീതിയല്ല, ഇതിപ്പോൾ നമ്മൾ ഈ ലെക്ചർ എടുക്കുന്ന പോലെ ആവുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്നിട്ട് യൂട്യൂബിലൊക്കെ നോക്കി കുറേ റിസർച്ച് ഒക്കെ ചെയ്ത് 3ാമത്തെ സെഷനിൽ ഞാൻ ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തു, കുറേ ഇമേജസും അതുപോലെ ഈ കണ്ടന്റ് പരമാവധി കുറച്ചു. നമ്മൾ ഒരു ടൈറ്റിൽ മാത്രം കൊടുത്ത് ബാക്കിയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി. ആ പ്രാവശ്യം അതെല്ലാവരും അപ്രീസിയേറ്റും ചെയ്തിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി. 2ാമത്തെ ഒരു കാര്യം, എൻ്റെ ഒരു സെഷനകത്ത് ഒരു ആളെൻ്റെ അടുത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിന് മറുപടി പറയാനുള്ള അത്രയും അറിവ് എനിക്ക് ഇല്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ നേരത്തെ സാർ പറഞ്ഞു തന്നെയാണ്. അപ്പം അന്ന് ആ ഫീഡ്ബാക്ക് എഴുതിയ സമയത്ത് അവരത് പ്രത്യേകം പറഞ്ഞിരുന്നു, ഇങ്ങനെ ചോദിച്ചിട്ടും അറിയാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറഞ്ഞു എന്നും പറഞ്ഞ് ഗ്രൂപ്പിലിട്ടിരുന്നു. അപ്പം അത് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി നമ്മൾ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയുക. ബിക്കോസ് വി ആർ ഓൾ നോട്ട് 100% പെർഫെക്റ്റ് അല്ലേ, നമ്മളെല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്. അപ്പം അത് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഞാനൊരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സാറിനെ പറ്റിയിട്ട്. ഞാൻ CBT പഠിക്കാനാണ് വിംബിളിൽ ഫസ്റ്റ് ടൈം വരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വിംബിളിൻ്റെ ഓഫീസ് നമ്പറിൽ വിളിച്ച സമയത്ത് ഒരു വീക്കെൻഡ് ആയിരുന്നു, സൺഡേ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സാറാണ് ഫോൺ എടുത്തത്. അപ്പം അതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കോഴ്സിനെ പറ്റി അന്വേഷിക്കാൻ വിളിച്ചാൽ വീക്കെൻഡ് ആണെങ്കിൽ അവർ വീക്ക് ഡേ വിളിക്കാൻ പറയും, അല്ലെങ്കിൽ അവർ പറയും വേറൊരു നമ്പർ തന്നിട്ട് അതിലൊരു മെസ്സേജ് അയക്കൂ, അവരെന്നിട്ടൊരു ഫോം അയച്ചു തരും, ഈ ഫോം ഫില്ല് ചെയ്ത് അയക്കൂ, ഇതാണ് GPay നമ്പർ എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് പറയാം. പക്ഷേ സാറ് സൺഡേ ആയിട്ട് പോലും സംസാരിച്ച്, നമ്മൾ ഫസ്റ്റ് ടൈമാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ വിംബിളിൽ ഒരു കോഴ്സും ചെയ്തിട്ടില്ല.
ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നു. ഇന്നതാണ് ക്ലാസ്, ഇങ്ങനെയാണ്, ഇത്രയാണ് പൈസ എമൗണ്ട്. ഇത്രയും പറഞ്ഞു തന്നിട്ട് സാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ ഓഫീസിൽ നമ്പർ തരാം, മൺഡേ അവരെ കോൺടാക്ട് ചെയ്താൽ അവരത് ചെയ്ത് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഒരു ട്രെയിനറെ സംബന്ധിച്ച് നമ്മൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് മാത്രം നമ്മളിങ്ങനെ കാണിക്കുക എന്നല്ലാതെ എല്ലായ്പ്പോഴും നമ്മൾ, സാറ് മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഹുവർ വി ആർ സീയിങ് ഈസ് അവർ ക്ലയൻറ്റ് അല്ലേ. നമ്മൾ സംസാരിക്കുന്ന എല്ലാവരും നമ്മുടെ ക്ലയൻ്റാണ്. അപ്പം നമ്മുടെ പെരുമാറ്റം കണ്ടിട്ട് വേണം അവർ നമ്മുടെ സാറിന് പറയുന്ന പോലെ നമ്മളെ ബൈൻ ചെയ്യാനായിട്ട്. അപ്പം അതെനിക്ക് അന്ന് അതൊരു അനുഭവം ഉണ്ടായി എന്ന് പറയാം. എന്തായാലും പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിന് ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയിരുന്നു, പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. ഫൈനലി ഐ ജോയിൻഡ് 22nd ബാച്ച്. ലുക്കിംഗ് ഫോർവേഡ് ഫോർ മോർ സച്ച് ഇൻട്രസ്റ്റിംഗ് സെഷൻ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് റൌഫ് സാർ, വളരെയധികം സന്തോഷം. ഈ പറഞ്ഞ പോലെ തന്നെ റൌഫ് സാറ് കോണ്ടാക്ട് ചെയ്തതും അതേപോലെ തന്നെ ഇതിലേക്ക് വന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ വിംബിളിന്റെ ഒരു മെയിൻ സ്ട്രീമിൽ തന്നെ നിന്ന് മോർണിംഗ് സർക്കിളിലായി കഴിഞ്ഞാലും മറ്റു കോഴ്സുകളിലായി കഴിഞ്ഞാൽ സജീവമായിട്ട് നിലനിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു നമ്മള് പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സാണ് നമ്മൾ ആദ്യമായിട്ട് വിംബിളിൽ നമ്മൾ ചെയ്തത്. പിന്നെ അതിന്റെ ഒരു ഔട്ട്കം ആയിട്ടാണ് ശരിക്കും പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ രൂപപ്പെടുത്തിയത്. കാരണം എല്ലാവർക്കും പിന്നെ പ്രസന്റ് ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഉയരാനും ഒക്കെയുള്ള ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രൂപത്തിലാണ് വിംബിളിനെ നമ്മൾ അപ്പൊ അതിലൊരു മനോഹരമായ സംസ്കാരം, അത് എന്ന് വെച്ചാൽ എന്ത് കിട്ടിയാലും നമ്മൾ കൊടുക്കുക, എന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ ഒരു കൾച്ചർ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്താക്കുന്ന ശൈലിയില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. മാക്സിമം നമ്മൾ ഇവിടെ തന്നെ ചേർത്ത് നിർത്തി ഇനിയിപ്പോ അവര് പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ. പക്ഷേ ഇപ്പൊ പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ ഒക്കെ ആദ്യത്തെ കോഴ്സ് കഴിഞ്ഞ പോലും നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ എപ്പോഴും ഉണ്ടാകും. അവര് ചിലപ്പോൾ ഇപ്പോഴും വിളിക്കാറുണ്ട്. അപ്പൊ ഒരാളെയും നമ്മൾ എന്താണ് നമുക്ക് അകറ്റി നിർത്താൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ഒരാളെ ഇപ്പൊ നമ്മള് പിന്നെ ഒരു മീറ്റിങ്ങിലൊക്കെ നമുക്കറിയാലോ, 3 മീറ്റിങ്ങിന് വന്നില്ലെങ്കിൽ നിങ്ങൾ ഔട്ട്, അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ പോകൂ, പുറത്തു പോകൂ എന്നൊക്കെ പറഞ്ഞ്, അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആളുകളെ വെട്ടിമാറ്റാൻ അല്ലെ, കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, ഇതൊക്കെ വെട്ടിമാറ്റാൻ എളുപ്പമാണ്. പക്ഷെ കണക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരാളെ ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ടുവരിക, ഒരാളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നതിന്റെ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിർവഹിക്കേണ്ടത്. എവിടെയൊക്കെ നമുക്ക് മുറിച്ചു മാറ്റേണ്ടത് അതെല്ലാം മാക്സിമം മുറിച്ചു മാറ്റാതെ ഈ കണക്ട് ചെയ്യുന്നതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. താങ്ക് യു റൌഫ് സാർ, വളരെയധികം സന്തോഷം. ഇനി ആരാണ് പറയുന്നത്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിലേക്ക് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിലേക്ക് ചേർത്തി പറയാം, അങ്ങനെയൊക്കെ ചെയ്യാം. Hello, sir. Thank you ഹലോ. so much for your wonderful session. Actually, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കേട്ടിട്ടില്ല. എങ്കിൽ പോലും എനിക്ക് കുറച്ച് സംഭവങ്ങൾ സ്ട്രൈക്ക് ചെയ്ത്, ലൈക്ക് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മള് ഫോക്കസ് ഓൺ ഗിവിങ് വാല്യൂസ് എന്ന് പറയുന്നത്. ആക്ച്വലി അത് നമ്മളെപ്പോഴും ആസ് എ മോട്ടിവേഷണൽ ട്രെയിനർ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു മെയിൻ കോർ ഏരിയ ആണ്. താങ്ക് യു സോ മച്ച്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് സാർ ഈ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലല്ലേ ആളുകളെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞ ദ മെയിൻ തിങ്. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിംപിൾ അക്കാഡമി എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഒരാൾ പോലും ഒരു കോമ്പറ്റീഷൻ ആയിട്ട് മീൻസ് ആ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ട് വരുന്നേ ഇല്ല. എല്ലാവരും ഒരു ടീമായിട്ടൊരു എന്താ പറയാ, പരസ്പരം മോട്ടിവേറ്റ് ചെയ്ത് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സ്പേസ് ആൻഡ് പ്ലാറ്റ്ഫോം ആണ് ഇവിടെ. അതാണ് മറ്റ് മീൻസ് അക്കാഡമീസിനും വിംപിൾ അക്കാഡമിയെ ഒന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയി തോന്നുന്നു. താങ്ക് യു സോ മച്ച് സർ. തീർച്ചയായിട്ടും സന്തോഷം. താങ്ക് യു ലിഫ്ന മാം. അപ്പോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും വിംപിൾ അക്കാദമിയിൽ നിന്ന് കുറേ അക്കാദമികൾ നിങ്ങൾ രൂപപ്പെടുത്തണം. നിങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങണം, നിങ്ങളും സെന്ററുകൾ തുടങ്ങണം. അങ്ങനെ നമ്മൾ എന്താണ് നമ്മളുടേതായിട്ടുള്ള ഓൺ ഡ്രീംസ്, ഓൺ സ്വപ്നങ്ങൾ അത് നമുക്ക് പൂവണിയാൻ സാധിക്കണം. അതിന് വിംപിൾ അക്കാദമി നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്.
Hello, good evening, sir. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. Hello. ഞാൻ ജേക്കബ് സർ. കഴിഞ്ഞ ദിവസം ഹീൽ ദി ഹീലറിലെ ഒരു പാർട്ടിസിപ്പന്റ് ആയിരുന്നു. ഓക്കെ. കുറച്ച് വിംബിളിന്റെ 2-3 പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നലത്തെ ആ സെഷൻ കഴിഞ്ഞപ്പം ഇങ്ങനെ ഓർക്കായിരുന്നു, എന്നാണ് ഇനിയും ഫൈസൽ സാറിനോടൊന്ന് സംസാരിക്കാൻ കിട്ടുകയെന്ന്. അങ്ങനെ മനസ്സിൽ ചിന്തിക്കലും ഇന്ന് സാറിന്റെ ഈ പോസ്റ്റും കണ്ടു, വോയിസും കണ്ടു. സോ ആക്ച്വലി കുറച്ച് ഓവർവെൽംഡ് ആണ് സംസാരിക്കാൻ. ബിക്കോസ് ഒത്തിരി കുറച്ചുനാൾ കൊണ്ട് വെമ്പിളിന്റെ ഒരു പാർട്ടാണ് ഞാൻ. സാറിന്റെ ഈ ഒരു ഇക്കോ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. എപ്പോഴും ഞാൻ ഓർക്കും, സ്റ്റീവ് ജോബ്സ് ആപ്പിൾ ഉണ്ടാക്കിയപ്പം അദ്ദേഹത്തിന്റെ പ്രോഡക്ട്സ് ഇതുപോലായിരുന്നു. ഒരിക്കലും ആ ഒരു ഫാമിലിയിൽ നിന്ന് വിട്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈ ഒരു എഡ്യൂക്കേഷൻ സർവീസ് ഈസ് ലൈക്ക് ദാറ്റ്. ഒരു കോഴ്സ് കഴിയുമ്പം യു തിങ്ക് ഓക്കെ ഇറ്റ്സ് ഫിനിഷ്ഡ്. അങ്ങനല്ല, ഒന്ന് കഴിയുമ്പം ഇറ്റ്സ് ആക്ച്വലി ഓപ്പണിംഗ് എ ഡോർ ടു അനദർ വൺ എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ താങ്ക് യു സോ മച്ച്. സാറിനോട് ലൈക്ക് ഈ ഒരു വെബിനാർ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. വെരി ഇൻഫോർമേറ്റീവ്. എഴുതിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു സാറ് പറഞ്ഞ കാര്യങ്ങൾ. താങ്ക് യു. താങ്ക് യു ജാക്കബ് സാർ. വളരെയധികം സന്തോഷം. ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടിയതിൽ. തീർച്ചയായിട്ടും നമ്മൾ കുറെ മുമ്പേ ചെയ്തു വെച്ച ഒരു പ്രവർത്തനം ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷം. കാരണം നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർവീസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും അതിന് ഒരു പ്രതിഫലം ഉണ്ടാകും, ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം. നമ്മൾ എടുക്കുന്ന ഒരു ചിലപ്പോ നമുക്കൊരു കല്ലെടുത്ത് മാറ്റി വെക്കാനായിരിക്കും നമുക്ക് പറ്റുക, അത്ര മതി. പക്ഷെ അത് നമ്മൾ ചെയ്യണം. നമുക്ക് എന്താണോ പറ്റുന്നത്, ഒരു ചെറിയ സംഭവമായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക. ഒരു ദിവസം നമുക്ക് ഒരു ചെറിയ പ്രവർത്തനമായിരിക്കും ചെയ്യാൻ പറ്റുക. ആ ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ അടുത്ത ഒരു ഗോളിലേക്ക് വേണ്ടി. അത് നാളെ നിങ്ങൾക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്താണോ ഇന്ന് ചെയ്യാതെ മാറ്റി വെച്ചത്, അതല്ലെങ്കിൽ നാളെ ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്നത്, അത് നിർബന്ധമായിട്ടും നിങ്ങളത് ചെയ്യുക. കാരണം നാളെ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് സേവനം അനുഷ്ഠിക്കാൻ സാധിക്കുന്ന, അനുഭവിക്കാൻ സാധിക്കുന്ന ഒന്നാണ് നിങ്ങൾ അത് ചെയ്യാതിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ എല്ലാവരും ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ. താങ്ക് യു ജേക്കബ് സാർ. സന്തോഷം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയതിൽ. ഒരുപാട് പോയിന്റ്സ് കിട്ടി. എന്നാൽ കുറച്ച് സങ്കടമുണ്ട്. ഇതാദ്യം ഈ കോഴ്സിന് ചേർന്നാൽ മതിയായിരുന്നു. ഒരുപാട് കോഴ്സ് വിംബിളിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ സാഹചര്യം കാരണം ഈ കോഴ്സ് പിന്നക്ക് വെച്ചതായിരുന്നു. ഇപ്പൊ സങ്കടം എന്താ വെച്ചാല് 2-3 ക്ലാസ്സുകൾ എടുക്കാൻ ചാൻസ് കിട്ടി, ക്ലാസ് എടുത്തു. പക്ഷെ അതിലൊക്കെ എന്റെ അടുത്ത് വന്ന ഫാൾട്ട് എന്താന്നുള്ളത് ഇപ്പൊ ഈ ക്ലാസ് കേട്ടപ്പോ മനസ്സിലായി. അപ്പൊ ഇതാദ്യം ചെയ്താൽ മതിയായിരുന്നു എന്നുള്ള ഒരു ഇതിങ്ങനെ തോന്നുന്നു. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഇനി കിട്ടുന്ന ക്ലാസ്സുകളിൽ ഇതും കൂടി ഇത് ശരിയാക്കി എടുക്കാലോ എന്നുള്ള ഒരു ഇതുണ്ട് ഇപ്പൊ. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ. താങ്ക് യു സജിന മാം. തീർച്ചയായിട്ടും നമ്മൾ ഓരോ ദിവസവും ലേൺ ചെയ്യാണല്ലോ. ലേണിംഗ്, അൺലേണിംഗ്, റീലേണിംഗ് ആണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ വരുത്തിയ ഒരുപാട് മിസ്റ്റേക്കുകളോ തെറ്റുകളോ ഒക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ എന്താണ്, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അടുത്തൊരു എക്സ്പീരിയൻസ്, നമ്മളത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തുന്നു, നമ്മൾ ഗ്രോ ചെയ്യുന്നു. അപ്പൊ എന്തായാലും സന്തോഷം. താങ്ക് യു. അപ്പൊ ഇനിയും ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അത് നമ്മൾ ഇനി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു സജിന മാം. ഓക്കെ, അപ്പോ നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം എന്ന് കരുതുന്നു. ആരെങ്കിലും അങ്ങനെ പറയാൻ വേണ്ടി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു റഷീദ് സാർ. അപ്പോ ഓക്കെ, അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകളൊക്കെ
എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാകും. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ട്രെയിനിങ് സ്കിൽസിലെ ഓരോ എലമെന്റുകളും നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ റിയൽ ആയിട്ട് ഒരു ട്രെയിനിങ് എടുക്കാൻ പോകുമ്പോൾ അവിടെ നമുക്ക് മനോഹരമായിട്ട് അത് ഡീൽ ചെയ്യാൻ സാധിക്കുക. അപ്പൊ അത്തരത്തിൽ മനോഹരമായി മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന, ട്രാൻസ്ഫോം ചെയ്യുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ. ഒരുപാട് ആളുകളിലേക്ക്, മനുഷ്യന്മാരിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.